വരാനുള്ള പ്രധാനമായ ഒരു വിഷയം, കഴിഞ്ഞ ദിവസം ഒരു യത്തീമായ ഒരു പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ വേറെ ചാരിറ്റിക്കാർ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് 2 കോടി 10 ലക്ഷം രൂപ വന്നു എന്നതുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടുന്ന ചാൻസിലൊക്കെ എന്നെയും കൂടി ചേർത്തിയിട്ട് കള്ളനാണെന്നും കമ്മീഷനാണെന്നൊക്കെ പറഞ്ഞ് പരത്തുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത്തരം ആളുകളോട് സംസാരിക്കാനും അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള കുറച്ച് ആളുകളോട് ഒരു അഭ്യർത്ഥന നടത്താനും കൂടിയിട്ടാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. കാരണം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഫിറോസ് കുന്നംപറമ്പിലെ കണക്ട് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. കാരണം ഓരോ വ്യക്തികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ചാരിറ്റി ചെയ്യുന്നത്. അവർക്ക് തോന്നുന്ന പോലെയൊക്കെ അവർ കാണിച്ചു കൂട്ടുമ്പോൾ അതിനകത്ത് അവർ മനസ്സുകൊണ്ട് എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഉദ്ദേശം അവരോട് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ തെറ്റുകളോ അതിൻ്റെ കള്ളത്തരങ്ങളോ നിങ്ങൾ കണ്ടെത്തുമ്പോൾ അത് ഫിറോസ് കുന്നംപറമ്പിൽ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, അല്ലെങ്കിൽ ഫിറോസ് അറിയുന്ന ആളാണ്, അല്ലെങ്കിൽ ആ രീതിക്ക് കൊണ്ടുവന്നിട്ട് എന്നെയും കൂടി അതിലേക്ക് വലിച്ചഴിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട്. കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ ചാരിറ്റി പ്രവർത്തനം നടത്തി വന്നത് വല്ല പണം സമ്പാദിക്കാനോ അല്ലെങ്കിൽ പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല. ഞാനൊരു ചാരിറ്റിക്കാരനാവാൻ വേണ്ടി വന്ന ആളുമല്ല. യഥാർത്ഥത്തിൽ ഈ പ്രൊഫഷണലായിട്ട് കക്കാൻ പോകുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കള്ളന്മാരുടെ കയ്യിൽ അതിന്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? എന്നതുപോലെ കൃത്യമായൊരു ട്രസ്റ്റ് രൂപീകരിച്ചതിന് ശേഷം ചാരിറ്റി പ്രവർത്തനത്തിന് ഇറങ്ങിയ കുറെ ആളുകളുണ്ട്. അവർക്കൊക്കെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. കാരണം ആ ലക്ഷ്യം എന്താണ് എന്ന് കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ചാരിറ്റി പ്രവർത്തനം ഇറങ്ങി വന്ന ഒരാളെ അല്ല. ഞാൻ എൻ്റെ ഒരു മൊബൈൽ ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ എൻ്റെ മുന്നിലേക്ക് വന്ന പട്ടിണി പാവങ്ങളെ കണ്ടപ്പോൾ അവർക്ക് പൊതിച്ചോറ് കൊടുത്ത് തുടങ്ങിയിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ ഈ മേഖലയിലേക്ക് വന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ ചാരിറ്റി ഞാൻ എൻ്റെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്. എല്ലാ കൊടുക്കുന്നതിലും എല്ലാ വാങ്ങുന്നതിലും ഞാൻ ഒരിക്കലും വലിയ പബ്ലിസിറ്റിയോ അതല്ലെങ്കിൽ വലിയ രീതിക്ക് മറ്റെന്തെങ്കിലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് എൻ്റെ പ്രവർത്തനങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒന്നാണ്. ഇന്നിപ്പോൾ കുറേ ആളുകൾ വന്നിട്ട് ആ ഒരു കല്യാണത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ പോസ്റ്ററിന്റെ കൂടെ എന്നെയും കൂടി ആഡ് ചെയ്തിട്ടുള്ള 1-2 ഭാഗങ്ങൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം. നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ പഴയതുപോലെയൊന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരാറില്ല. കാരണം ഇന്നത്തെ ചാരിറ്റി മേഖല മലീനസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ കോടികൾ ഉണ്ടാക്കാൻ മത്സരിക്കുക. 2 കോടി ഉണ്ടാക്കിയവൻ ഒന്നാമൻ, 2.5 കോടി ഉണ്ടാക്കിയ ആ സ്ഥാനം മാറി മറ്റവനക്ക് 3 കോടി ഉണ്ടാക്കി അതിന്റെ അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ടവന്റെ പൈസ കൊണ്ടുവന്നിട്ട് കോടികൾ ഉണ്ടാക്കിയിട്ട് 1ഉം 2ഉം ആവാൻ വേണ്ടി കളിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് ഞാൻ മാറി നിൽക്കലാണ്. വലിയ രീതിക്ക് വരാതെ ഞാൻ മാറിയേക്കുക. കാണുമ്പോൾ വിഷമം തോന്നുന്നുണ്ടെങ്കിലും അത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, നിങ്ങൾ മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതി ഞാൻ മാറി നിൽക്കുക. ഈ കല്യാണത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 4 ദിവസം മുമ്പ് എൻ്റെ സുഹൃത്തുണ്ട് സിറാജ് നാദാപുരം. അദ്ദേഹം ഞാനിവിടെ എറണാകുളത്ത് ഞാൻ ഡ്രൈവ് ചെയ്ത് പോയിരുന്നു. അപ്പോഴാണ് എനിക്ക് കോൾ വന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ആ കല്യാണത്തിന്റെ കേസ് വല്ലതും അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ആരൊക്കെ എനിക്ക് വീഡിയോ വിട്ടു തന്നു, ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അദ്ദേഹം ഒരു കോൺഫറൻസ് കോൾ ഇട്ട് റഷീദ് എന്ന് പറയുന്ന ഒരാളെ വിളിച്ചു. അപ്പൊ റഷീദിനെ വിളിച്ചിട്ട് റഷീദ് പറഞ്ഞു, ഞാൻ റഷീദാണ്, പാലക്കാട്ടിലേതാണ്, എനിക്ക് നിങ്ങളെ അറിയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ റഷീദ് പറഞ്ഞു, ഫിറോസ് ഖാൻ ഞാൻ നിങ്ങളെ കണ്ടിട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ശരി, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്താ വിഷയം ചോദിച്ചു. അല്ല, കല്യാണം ജെന്യൂനാണോ എന്ന് അറിയാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ റഷീദ് പറഞ്ഞ് നിങ്ങളുടെ അനിയൻ സുഹൈലും ഷിഹാബും ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടി ഇവരുടെ വീട്ടിൽ വന്നു പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ മറ്റേ ഫോണിൽ നിന്ന് ഷിഹാബിനെ വിളിച്ചു. ഷിഹാബിനോട് ചോദിച്ചു, റഷീദ് നിങ്ങൾ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, സത്യമാണോ ചോദിച്ചു. അപ്പൊ ഷിഹാബ് പറഞ്ഞു ഇല്ല, ഞങ്ങൾ വീട്ടിൽ പോയില്ല, റോഡിൽ വെച്ചിട്ട് ഇവനെ കണ്ടു, ചോദിച്ചു. അപ്പോൾ സത്യമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അന്വേഷിച്ചോ ചോദിച്ചു. അതെ. അപ്പൊ പെൺകുട്ടിയുടെ കല്യാണമാണ് എന്നുള്ളത് സത്യമാണ്. അപ്പൊ ഞാൻ സിറാജിനോട് പറഞ്ഞു കല്യാണം ഉണ്ടല്ലോ സിറാജെ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ റഷീദിനോട് വേറൊരു ചോദ്യം ചോദിച്ചു. അവിടെ നിന്ന് ഇപ്പൊ അക്കൗണ്ടിൽ പൈസ എത്ര വന്നു എന്ന് ചോദിച്ചു. അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് 1,80,000 രൂപ വന്നിരിക്കുകയാണ്, അക്കൗണ്ട് ക്ലോസ് ആയിരിക്കുകയാണ്, ബ്ലോക്ക് ആയിരിക്കുകയാണ്, ഇപ്പൊ ഒന്നും കാണുന്നില്ല, ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് നോർമലി ഒരു പക്ഷേ ഗൂഗിൾ പേയിൽ 250 ട്രാൻസാക്ഷനോ 5 ലക്ഷം രൂപയോ ആവുമ്പോഴാണ് ഇത് കട്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് 5 ലക്ഷം എന്തായാലും ആയിട്ടുണ്ടാവണമല്ലോ. അപ്പോൾ കല്യാണത്തിനുള്ള പൈസ ആയില്ലേ, എന്നാൽ പിന്നെ അതങ്ങോട്ട് നിർത്തിക്കൂടെ എന്ന് പറഞ്ഞ്.
അല്ലെങ്കിൽ അത് ഞങ്ങൾ നോക്കിയിട്ട് ഇതാക്കട്ടെ എന്നുള്ള രീതിക്ക് ഒന്ന് സംസാരിച്ചു. ഞാൻ സിറാജിനോട് പറഞ്ഞു, സിറാജ് പൈസ ആയിട്ടുണ്ടല്ലോ, 2 ലക്ഷമോ 3 ലക്ഷമോ പോരെ ഒരു കല്യാണത്തിന് എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഒരു സംസാരം അവിടെ ഒഴിവാക്കി. അതിനുശേഷം ഇവര് 2 കോടി 10 ലക്ഷം വന്നു എന്ന് ലൈവിൽ പറയുന്നതിന്റെ രാവിലെ ഈ പറയുന്ന റഷീദ് ഇത് അന്വേഷിക്കാൻ വേണ്ടി പോയ ഷിഹാബിനെ വിളിച്ചിട്ട് പറഞ്ഞ്, ഷിഹാബ് നിങ്ങൾ അന്വേഷിക്കാൻ വന്ന ആളല്ലേ, അതുകൊണ്ട് നിങ്ങളോടുകൂടി പറയേണ്ടത് ഞങ്ങളുടെ ഒരു ബാധ്യതയാണ്, അതുകൊണ്ട് കുട്ടിക്ക് കല്യാണത്തിനുള്ള പൈസ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഷിഹാബ് അവനോട് ചോദിച്ചു എത്രയായി, 1 കോടിയൊക്കെ ആയോ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ 1 കോടിയല്ല 50 ലക്ഷം അങ്ങനെ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു രോഗിക്കാണെങ്കിലും ഒരു കല്യാണത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്കൊരു കണക്കുണ്ടാവുമല്ലോ. ഒരു പെൺകുട്ടിയുടെ കല്യാണം ഒരു 3-4 ലക്ഷം രൂപ, ഒരു രോഗിക്ക് ഡോക്ടർ കൊടുക്കുന്ന എസ്റ്റിമേറ്റ് സംഖ്യ എത്രയാണ് അത്. അപ്പൊ ആവശ്യത്തിനുള്ള ഫണ്ട് ആയിക്കഴിഞ്ഞാൽ അത് ഇതുപോലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട് വിളിച്ച് പറയാതെ നിങ്ങൾ എന്തിനാണ് പൈസ ആയത് മറച്ചു വെച്ചിട്ട് വീണ്ടും വീണ്ടും ഈ പറയുന്ന പൊതുസമൂഹത്തെയും പ്രവാസികളെയും നിങ്ങൾ കബളിപ്പിക്കണത്? നിങ്ങൾ എന്തിനായി 2-3 കോടി ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണത്? എന്തിനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം? നിങ്ങൾക്ക് എന്താണ് ഇതിൽ ലാഭം? ഇത് ചെയ്യുന്ന ആളുകൾ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഇതിൽ നിന്നൊന്നും വാങ്ങിക്കുന്നില്ല, ഞങ്ങൾക്ക് ഇതിലൊരു ലാഭമില്ല, ഞങ്ങളിതൊരു സേവനമായിട്ടാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ സേവനം ചെയ്യുന്ന ആളുകൾ എന്തിനാ ഈ രോഗികൾക്ക് കോടികൾ ഉണ്ടാക്കാൻ നിൽക്കണേ? ആവശ്യത്തിന് ഉണ്ടാക്കി കൊടുത്തൂടെ? നിങ്ങൾക്ക് ലാഭമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളിത് ചെയ്യണത്? നിങ്ങൾ ആവശ്യമുള്ളത് അവർക്ക് 5 ലക്ഷമാണ്, 5 ലക്ഷം ആയാൽ ക്ലോസ് ചെയ്യണ്ടേ? അപ്പോൾ നിങ്ങൾ ഇത് ക്ലോസ് ചെയ്യാതെ കോടികൾ വരുത്താൻ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ലാഭം ഉണ്ടാവും. ലാഭം ഇല്ലെങ്കിൽ നിങ്ങളിത് ക്ലോസ് ചെയ്യണ്ടേ? അപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് വെള്ളിയാഴ്ച വീഡിയോ ചെയ്തു, ശനി ഞായർ അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. എന്തോ ശനി ഞായർ ആയിക്കോട്ടെ, അക്കൗണ്ടിൽ പൈസ എത്ര വന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്ക് അപ്പം വന്ന് പറഞ്ഞൂടെ 2 ലക്ഷം ആയിട്ടുണ്ട് അല്ലെങ്കിൽ 3 ലക്ഷം ഉണ്ട്, ഇത് മതി. ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് എത്ര വേണം? 2 ലക്ഷമോ 3 ലക്ഷമോ പോരെ? ഇത് മതി എന്ന് പറയാൻ നിങ്ങളുടെ നാവിലെന്താ? നിങ്ങൾ ഇതിനെ തിങ്കളാഴ്ച ആവുന്നവരെ കാത്തു നിൽക്കണേ? ആയതായി എന്ന് പറ, എന്നിട്ട് നിങ്ങൾ തിങ്കളാഴ്ച പോയിട്ട് ക്ലോസ് ചെയ്യും. കാരണം ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാലോ, പൈസ ആയിട്ടുണ്ട് ഇന്ന് ക്ലോസ് ചെയ്യാൻ കഴിയില്ല, തിങ്കളാഴ്ച ക്ലോസ് ചെയ്യും എന്ന് കാണുന്നവർക്ക് അറിയില്ല. പക്ഷെ ഫണ്ട് ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല എന്ന് പറഞ്ഞ് കോടികളാക്കിയിട്ട് എന്തിനാണ് നിങ്ങൾ ഇത്തരം ആളുകളെ കബളിപ്പിക്കുന്നത്? ഈ ഒരു ഏർപ്പാട് ശരിയല്ലാത്തൊരു പരിപാടിയാണ്. ചാരിറ്റി വീഡിയോ ചെയ്യുന്ന ഒരു പതാ ചെയ്യണേ. അതായത് ഒരു രോഗിക്ക് 30 ലക്ഷമാണ് വേണ്ടതെങ്കിൽ 30 ലക്ഷം രൂപ അക്കൗണ്ടിൽ ആയിട്ടുണ്ടെങ്കിലും പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട് പറയാണ് പൈസ ആയിട്ടില്ല, ആട് ലേലം, കോഴി ലേലം, ബക്കറ്റ് എടുത്ത് പിരിക്കുക. എന്നിട്ട് 30 ലക്ഷം വേണ്ടവന്റെ അക്കൗണ്ടിൽ 2 കോടിയോ 3 കോടിയോ ആക്കിയിട്ട് എന്നിട്ട് വന്ന് പറയാണ് ആ അക്കൗണ്ടിൽ ഇതാ 3 കോടി വന്നിരിക്കുന്നു, സഹായിച്ചവർക്കൊക്കെ നന്ദി, എന്തായാലും ആവശ്യത്തെക്കാൾ കൂടുതൽ പണം വന്ന് ഞങ്ങളിത് മറ്റു രോഗികൾക്ക് കൊടുക്കുക. എന്തിനാണ്? എന്നിട്ട് ഇത് ചോദ്യം ചെയ്യുന്ന ആളുകളോട് പറയാണ് എന്തിനാണ് ഞങ്ങൾ രോഗികളെ കോടീശ്വരന്മാരാക്കുന്നത്? അവർക്ക് ആവശ്യത്തിന് കൊടുത്താൽ പോരെ, ബാക്കിയുള്ള പൈസ മറ്റു രോഗികൾക്ക് അവകാശപ്പെട്ടതല്ലേ, അപ്പൊ ഞങ്ങൾ അവർക്ക് കൊടുക്കുകയാണെന്ന് പറയണം. അതായത് അനിയത്തെ കാണിച്ചിട്ട് ഏട്ടത്തെ കെട്ടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണ് ഈ ചെയ്യണേ. ഒരു രോഗിക്ക് ആവശ്യമുള്ളത് വന്നു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത രോഗിയുടെ ചെയ്യേ. നിങ്ങൾക്ക് ലാഭമില്ലാത്ത പരിപാടിയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓടിച്ചാടി ചെയ്യാൻ നിൽക്കണേ? അപ്പോ ഈ ഒരു രോഗിക്ക് ആവശ്യത്തിന് ഫണ്ട് വന്നാൽ, ഒരു കല്യാണത്തിന് ആവശ്യത്തിന് ഫണ്ട് വന്നാൽ അത് ക്ലോസ് ചെയ്യാനോ അത് ജനങ്ങളുടെ മുന്നിലോ പറയാതെ നിങ്ങളിത് കോടികളാക്കാനും എന്നിട്ട് അത് വീതിച്ചു കൊടുക്കാനും നിങ്ങൾ നിൽക്കുമ്പോൾ അതിനകത്ത് കൃത്യമായി തട്ടിപ്പുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യത്തിനെ വെറുതെ എതിർത്തിട്ട് കാര്യമില്ല. നിങ്ങൾ ആ പ്രവണത അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് ലാഭമില്ലെങ്കിൽ പിന്നെ എന്തിനാ പണിക്കണേ? നിങ്ങളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനും ഈ വീഡിയോ ചെയ്യുന്ന ഒരാളാ. ഞാൻ ഇതുവരെയും ഒരു രോഗിക്ക് പണം വരാൻ വേണ്ടി ഞാൻ കാത്തു നിന്നിട്ടില്ല. ആവശ്യത്തിന് പണമായാൽ അപ്പ ലൈവിൽ വന്നിട്ട് ഞാൻ പറയും, വെള്ളിയാഴ്ച പോസ്റ്റ് ചെയ്തിട്ട് ഇനി ശനി ഞായറും ബാങ്കിൽ ഇല്ലെങ്കിലും വന്ന സമയത്ത് ഞാൻ ഇത്ര എമൗണ്ട് ആയെന്ന് പറയും. കണ്ണൂരിലൊരു വീഡിയോ ചെയ്തിട്ട് കോഴിക്കോട്ട് നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീഡിയോ ഇട്ടിട്ട് 3 മണിക്കൂർ കൊണ്ട് ഞാൻ വീടെത്തിയപ്പോൾ വീടിന്റെ മുന്നിലെത്തുമ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു 30 ലക്ഷം ആയിട്ടുണ്ടെന്ന്. ഞാൻ വീടിനകത്ത് പോലും കയറാതെ ഞാൻ ലൈവ് ഓൺ ചെയ്തു രാത്രി 8 മണിക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലിവർ മാറ്റിവെക്കാൻ 30 ലക്ഷം രൂപ ആയിട്ടുണ്ട്, ഇനി നിങ്ങൾ ആരും പൈസ അയക്കണ്ടെന്ന്. നിങ്ങൾ അങ്ങനെ പറയാൻ തയ്യാറാവുക, ആയതായെന്ന് പറയാൻ തയ്യാറാവുക. അല്ലാതെ നിങ്ങൾ ആര് വിളിച്ചാലും ഫണ്ടായിട്ടില്ല. രോഗിയുടെ പാസ്ബുക്ക്, രോഗിയുടെ ATM കാർഡ്, രോഗിയുടെ ഗൂഗിൾ പേ ഉള്ള മൊബൈൽ വരെ ഈ ചാരിറ്റിക്കാർ കയ്യിൽ വെക്കുക. രോഗിയോട് ചോദിച്ചാൽ അവർക്കും അറിയില്ല. എന്നിട്ട് ഇവരാണിത് കയ്യിൽ വെക്കണം. എന്നിട്ട് കോടികളാവുമ്പോൾ ഇവർ അനൗൺസ്മെന്റ് ചെയ്യുക. എന്തു ഒലക്കിയ മേലെ ചാരിറ്റി ഞങ്ങൾ ചെയ്യണേ?
എന്നിട്ട് പറയാ രോഗിക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസ വന്നിട്ട് ഞങ്ങൾ എന്തിനാ ഒരു കോടീശ്വരന്മാരാക്കണേ, മറ്റു രോഗികൾക്ക് കൊടുക്കണ്ടേന്ന്. എടോ, ആവശ്യത്തിനായ ക്ലോസ് ചെയ്തൂടെ? ഗൂഗിൾ പേനെ ഡീആക്ടിവേറ്റ് ചെയ്തൂടെ? ഞങ്ങൾക്ക് അക്കൗണ്ട് പിറ്റേ ദിവസം ക്ലോസ് ചെയ്യാലോ. ഗൂഗിൾ പേ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് ജനങ്ങളോട് വന്ന് പറഞ്ഞൂടെ? ഇത് പറയാൻ പോലും തയ്യാറാവാതെ കളിപ്പിക്കുക അല്ലെങ്കിൽ കബളിപ്പിക്കുക, എന്നിട്ട് പറയാ പ്രവാസിന്റെ വേർപ്പാണ് ഈ പണം, അതുകൊണ്ട് ഞങ്ങളിത് മറ്റു രോഗികൾക്ക് കൊടുക്കുക. എന്തിന്? ഈ വേർപ്പാണ് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആവശ്യത്തിനായ ക്ലോസ് ചെയ്യണം, അതല്ലാതെ ചെയ്യരുത്. ഞാനും ചെയ്യുന്ന കേസുകളിൽ ചില കേസുകളിലൊക്കെ ഓവറായിട്ട് ഫണ്ട് വന്നിട്ടുണ്ട്, അന്ന് ഞാനും വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കബളിപ്പിച്ചിട്ടല്ല. ഒരു രോഗിക്ക് വീഡിയോ ചെയ്താൽ ആവശ്യത്തിന് ഫണ്ടായാൽ ഫണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം വരുന്ന ഫണ്ട് ഉണ്ടല്ലോ, അത് ഓവറായിട്ടും കൊടുക്കൂല. അതിൽ നിന്നൊരു 10-20 ലക്ഷം മാത്രമാണ് മറ്റു രോഗികൾക്ക് കൊടുക്കുള്ളൂ. കാരണം ഇവിടെ ഈ വീതിച്ചു കൊടുക്കുന്ന രോഗികൾ, അത് അക്കൗണ്ട് ഹോൾഡർ ആയിട്ടുള്ള രോഗികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പുറകിലിരിക്കുന്നത് വലിയൊരു ചതിയാണ്, നിങ്ങൾ വലിയൊരു കെണിയിലാണ്. നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുക, കഴിയുമെങ്കിൽ നിങ്ങൾ കേട്ടാൽ മതി. ഇത്തരം പ്രവർത്തനത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ഇപ്പൊ 2 കോടി 3 കോടിയൊക്കെ അക്കൗണ്ടിൽ വന്ന രോഗികള്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് 50 ലക്ഷം ആണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇവർ വരുത്തുന്നത് 2 കോടിയോ 3 കോടിയാ. എന്നിട്ട് നിങ്ങൾക്ക് 50 ലക്ഷം തന്നിട്ട് ബാക്കി പൈസ മറ്റു രോഗികൾക്ക് ഇവർ വീതിച്ചു കൊടുക്കുക. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 2-3 കൊല്ലം കഴിയുമ്പോൾ ഇൻകം ടാക്സ് നിങ്ങൾക്ക് നോട്ടീസ് വരും. ഇൻകം ടാക്സ് നിങ്ങൾക്ക് നോട്ടീസ് വരും. ഈ നോട്ടീസ് വരുമ്പോൾ നിങ്ങൾ 1-2 വർഷം കഴിഞ്ഞിട്ട് നോട്ടീസ് വരുമ്പോൾ നിങ്ങൾ ഇതിന്റെ പെനാൽറ്റി അടക്കം 60% നിങ്ങൾ ടാക്സ് അടക്കണം. 2 കോടിന്റെയും 3 കോടിന്റെയും 60% ടാക്സ് എത്രയാ പറയുന്നത്? നിങ്ങൾക്ക് തരുന്നത് 50 ലക്ഷമാണ്, പക്ഷെ 3-4 കൊല്ലം കഴിയുമ്പോൾ ടാക്സ് 60-70 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ വീഡിയോ ചെയ്തവനും കൈമലർത്തും, കമ്മിറ്റിക്കാരും കൈമലർത്തും, വീതം വെച്ചിട്ട് കിട്ടിയ രോഗികളും കൈമലർത്തും. അക്കൗണ്ട് ഹോൾഡർ ആയിട്ടുള്ള നിങ്ങൾ, യഥാർത്ഥത്തിലുള്ള രോഗികളായിട്ടുള്ള നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ നിർബന്ധിതരാകുമ്പോൾ ഇരിക്കുന്ന വീട് വിറ്റാലും പിച്ചെടുത്താലും നിങ്ങൾക്ക് അടയ്ക്കാൻ കഴിയാതെ നിങ്ങൾ ഇപ്പോഴുള്ളതിനേക്കാൾ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരും. നിങ്ങൾക്കെങ്കിലും ഒന്ന് വായി തുറന്നിട്ട് ആവശ്യത്തിനുള്ള ഫണ്ട് ആയാൽ വന്ന് പറഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെയും പറയാൻ കഴിയില്ല. കാരണം എന്താ? നിങ്ങളുടെ ATM കാർഡ്, നിങ്ങളുടെ പാസ്ബുക്കും, നിങ്ങളുടെ ഗൂഗിൾ പേ മൊബൈലും ഈ ചാരിറ്റിക്കാരെ കയ്യിൽ വെച്ചാൽ എങ്ങനെ ഈ രോഗികൾക്കറിയാൻ വന്ന എമൗണ്ട്? അപ്പൊ രോഗികളെയും പ്രവാസികളെയും മൊത്തമായിട്ട് കബളിപ്പിക്കുക, എന്നിട്ട് നല്ല വെള്ളം ചമഞ്ഞിട്ട് ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായ തരങ്ങളുണ്ടല്ലോ. ഞാൻ ഇതിനൊക്കെ മിണ്ടാതിരിക്കണത് എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ എന്ന് വെച്ചിട്ടാ. പക്ഷേ ഈ വരും ദിവസങ്ങളിൽ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്. എന്നിട്ട് ഇതിൽ എന്നെയും കൂടി ചേർത്ത് വെച്ചിട്ട് മറ്റേ സംസാരിക്കുമ്പോണ്ടല്ലോ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോ നടന്നു, ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഫാമിലിയുടെ മുഖം കാണിച്ചോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, മുഖം കണ്ടോ മുഖം കണ്ടില്ലോ എന്നുള്ളതെന്നല്ല. ആ കുടുംബം കല്യാണത്തിന് വേണ്ടിയിട്ട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ ഒരാൾ സഹായിക്കാനില്ലാത്തതുകൊണ്ടാണല്ലോ വീഡിയോ എടുക്കേണ്ടി വന്നേ. അതിപ്പോ ആ മഹല്ലത്ത് ആരെങ്കിലും ഒക്കെ അല്ലെങ്കിൽ മഹല്ല കമ്മിറ്റി അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പാവപ്പെട്ട മഹലായിരിക്കും, അവർ വിചാരിച്ച് നടക്കൂല. പക്ഷേ ഇതൊക്കെ താളെ കണ്ട് വാങ്ങിച്ചു കൊടുക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു. ആവശ്യത്തിന് ഫണ്ടായാൽ അവസാനിപ്പിക്കുക, ക്ലോസ് ചെയ്യുക. ഈ ഒരു പ്രവണതയിലേക്ക് ഈ ചാരിറ്റി പ്രവർത്തകരെത്തണം. നിങ്ങൾ വിചാരിച്ച് നടക്കൂലേ? ഒറ്റ ദിവസം കൊണ്ട് വരുന്നതൊക്കെ ആണെങ്കിൽ ശരി, നിവൃത്തിയില്ല എന്നെങ്കിലും പറയാം. ഫണ്ട് വന്നിട്ട് വന്നില്ല എന്ന് ജനങ്ങളോട് പറഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ട് അത് 1 കോടി 2 കോടിയാക്കിയിട്ട് എന്തോ വലിയൊരു ത്യാഗം ചെയ്തതുപോലെ, ഞാൻ എന്തോ അങ്ങോട്ട് മലമലത്തിയ പോലെ വന്നിട്ട് പറയാ, ഇതാ ഞാൻ ചെയ്ത വീഡിയോക്ക് 1 കോടി 2 കോടി 3 കോടി, ഞാനാണ് ഇപ്പൊ ഒന്നാമൻ, തേങ്ങാക്കൊല. വേറെ ഇതിന് വെക്കൂടെ നിങ്ങൾക്കൊക്കെ? എന്നിട്ട് ഇവരെ താങ്ങി നടക്കുക. എന്നിട്ട് കുറെ ആളുകൾ പറയാ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നിൽക്കുക, 1-2 ഒരു വോയിസ് ഉണ്ട്, ഷമീർ കുന്നമംഗലത്തിൻ്റെയാണ്. ഞാൻ പേരെടുത്ത് തന്നെ പറയാം അദ്ദേഹത്തിന്റെ. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ പറഞ്ഞ വോയിസ് കണ്ടു ഞാൻ. അതായത് ഒരു ഉംറയ്ക്കൊക്കെ പോയൊരു വ്യക്തി കരീം ഇബ്രാഹിമിനെ പൊന്നാടി അണിയിച്ച് എനിക്കെതിരെ അദ്ദേഹത്തെ തൊടുത്തു വിട്ടു, എനിക്കെതിരെ പറഞ്ഞു വിട്ടു. ഉംറയ്ക്ക് പോയത് ഞാൻ തന്നെയാ. ഷമീറെ പേരെടുത്ത് പറഞ്ഞു, ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് തന്നെ പറഞ്ഞു. എന്തിനാണ് വെറുതെ ഈ മറ്റേ കടങ്കഥ പോലെയൊക്കെ നമ്മളിങ്ങനെ എന്താ പറയാ, ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാ നിൽക്കും കുതിര എന്ന് പറയുന്നത് പോലെ പേര് ചെരുപ്പ് അല്ലേ എന്ന് പറഞ്ഞോ? നീ പറഞ്ഞോ ഫിറോസ് കുന്നംപറമ്പിൽ തന്നെ പറഞ്ഞോ? ആ ഫിറോസ് കുന്നംപറമ്പിൽ പൊന്നാട ഇട്ടത് കരീം ഇബ്രാഹിമിനെ മാത്രമല്ല, എന്റെ പൊന്നാട നീയും വാങ്ങിച്ചിട്ടുണ്ട്, എന്റെ പൊന്നാട ഫാറൂഖും വാങ്ങിച്ചിട്ടുണ്ട്, ഷജീർ വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട്. എന്നെ വിമർശിക്കുന്ന അക്കിയും പഴയനൂർ വരെ, മനസ്സിലായിട്ടുണ്ട്, എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവരും വളർന്നു വരാനും അവർക്ക് റീച്ച് ഉണ്ടാക്കാനൊക്കെ എന്റെ കൂടെ ഒട്ടിയവരാ. പിന്നീട് അവർക്ക് ഉള്ള കാര്യങ്ങൾ നടക്കാതാവുമ്പോൾ അല്ലെങ്കിൽ അവരൊരു പൊസിഷനിലേക്ക് എത്തുന്ന സമയത്ത് ഒരു പക്ഷേ തിരിഞ്ഞു നിന്നിട്ട് ചവിട്ടും. അതായത് ഇപ്പൊ നമ്മളിരിക്കുന്ന കസേര ഉണ്ടല്ലോ, അത് പിന്നെ അവർക്ക് വേണമെന്നൊരു തോന്നൽ വരുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രശ്നമാണ്. അതായിട്ടേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. നിന്റെ കാര്യത്തിലാണെങ്കിൽ അതേ കാണുന്നുള്ളൂ.
ഈ പറയുന്ന ഞാനാണെങ്കിലും നീയാണെങ്കിലും ഒക്കെ ഈ പറയുന്ന എല്ലാ ചാരിറ്റിക്കാരും ഇന്ന് വളർന്ന് ഈ നിലയ്ക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫിറോസ് അലിയും കരീം ഇബ്രാഹിമും എല്ലാവരും തന്നെയാ. നിങ്ങളൊക്കെ ഇവരെ നിരന്തരം വിളിച്ചിട്ട് എന്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യോ, ഒന്ന് പോസ്റ്റ് ചെയ്യോ, ഒന്ന് കമന്റ് ചെയ്യോ എന്ന് പറഞ്ഞ് വളർന്നു വന്ന ആളുകളാ. എന്നിട്ട് ഇന്ന് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ ഈ നിലയ്ക്കെത്തിച്ച ആളുകള് അവര് നിങ്ങളുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ ശത്രുക്കളായിട്ടും അവര് ചാരിറ്റിക്ക് എതിര് നിൽക്കുന്ന ആളുകളായിട്ടും നിങ്ങൾ വ്യാഖ്യാനിക്കുക. നിങ്ങൾ വ്യാഖ്യാനിക്കുക. കരീം ഇബ്രാഹിം ആണെങ്കിലും ഫിറോസ് അലി പാറക്കോടൻ ആരാണെങ്കിലും കൂടുതൽ ഓവറായിട്ട് ഫണ്ട് വരുന്നതിനെ എതിർക്കുക ചെയ്തിട്ടില്ല. എന്തിനാ വരുത്തുന്നതെന്നാ ചോദിച്ചതേ. എന്തിനാണ് ഈ രോഗികളെ ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്ന വലിയൊരു ചതിയിലേക്ക് വീഴ്ത്തുന്നത്? 50 ലക്ഷം വേണ്ട രോഗിക്ക് 2 കോടി വരുത്തിയിട്ട് 1.5 കോടി വീതിച്ചു കൊടുത്തിട്ട് 50 ലക്ഷം രോഗിക്ക് കൊടുക്കുമ്പോൾ നാളെ ഇൻകം ടാക്സ് ഈ രോഗിക്ക് 50-60 ലക്ഷം വരുമ്പോൾ ഇവൻ എവിടെ നിർത്തി അടയ്ക്കും? അപ്പൊ ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, തെറ്റുകളോ കാര്യങ്ങളോ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്താൻ തയ്യാറാവണം. അതല്ലാതെ അഹങ്കാരത്തോടെ നിൽക്കരുത്. തിരുത്താൻ തയ്യാറാവണം. ഞാൻ ചാറ്റ് ചെയ്തിട്ടുള്ള ആളാ. നിങ്ങൾ നിന്ന് പറയണ്ടല്ലോ ഞങ്ങളുടെ വീഡിയോ ചാറ്റ് ചെയ്യുമ്പോൾ പോലീസ്, പട്ടാളം, മിലിറ്ററി, MLA, MP എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എടോ, ഇതൊക്കെ ഞാൻ പണ്ട് ചെയ്ത കാര്യങ്ങളാ. നിങ്ങൾക്കറിയോ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ തുടങ്ങുമ്പോൾ ചെയ്തൊരു വീഡിയോ ഉണ്ട്. ഹംസക്ക തെരുവിൽ കിടന്ന ഒരാളാ. സ്വന്തം അക്കൗണ്ട് പോലും ഇല്ല അയാൾക്ക്. ഒരു ആധാർ കാർഡില്ല, അക്കൗണ്ട് നമ്പർ ഒന്നും ഇല്ലാതെ ഞാൻ എന്റെ അക്കൗണ്ട് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തത്. വീടുണ്ടാക്കി, സ്ഥലം ഉണ്ടാക്കി, സുഖമായിട്ട് അദ്ദേഹം ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന് സ്ഥലം വാങ്ങിച്ചിട്ട് ആധാരം കൈമാറുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. കയറി നോക്കിക്കോ. എന്റെ നാട്ടിലെ MLAയും ബന്ധപ്പെട്ട ആളുകളെയും നിർത്തിയിട്ടാണ് ഞാൻ ആധാരം കൊടുത്തത്. അതുപോലെ തന്നെ കോഴിക്കോട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ ലിവർ മാറ്റിവെക്കല. അന്ന് ആ കേസിൽ ഓവർഫ്ലോ ആയിട്ട് പെട്ടെന്ന് ഫണ്ട് വന്നപ്പോൾ ബാക്കി ഫണ്ട് മറ്റു രോഗികൾക്ക് ഞാൻ അന്ന് കൊടുക്കുമ്പോൾ അന്ന് അവിടുത്തെ സ്ഥലം MP രാഘവേട്ടനുണ്ട്. രാഘവേട്ടനും ബന്ധപ്പെട്ട ആളുകളെ നിർത്തിയിട്ടാ. അല്ലാതെ ഇത് വലിയൊരു പുതുമയുള്ള സാധനമൊന്നും 2017-18 ഞാൻ ഈ പോലീസിനെയും MLAനെയും MPനെയൊക്കെ നിർത്തിയിട്ട് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അതല്ലാതെ നിങ്ങൾ ഈ ഇന്നലെ വന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് അറിയൂല. കൂടെ നിൽക്കുന്ന, സ്ഥിരമായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ അത് അറിയാം. ഇതല്ലാതെ വലിയൊരു പുതുമയുള്ളൊരു സംഭവമൊന്നുമല്ല ഈ MLA, MP മറ്റുള്ളവരെയൊക്കെ നിർത്തല്. മനസ്സിലായിട്ടുണ്ടോ? ഈ 500-1000 ആളുകൾ ഈ പറയുന്ന MP, MLAയും പോലീസും പട്ടാളമൊക്കെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഈ നാട്ടിലെ ആളുകളല്ലേ? ഈ മഹല്ലുകാരൊക്കെ ഈ നാട്ടിലെ ആളുകളല്ലേ? എന്നാ പിന്നെ അവർക്ക് സഹായിച്ചൂടെ? അപ്പൊ ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നിട്ടും ഞാൻ നിങ്ങളൊക്കെ പോയിട്ട് എന്തിനാ വീഡിയോ ചെയ്ത് കൊടുക്കണേ? ഈ സോഷ്യൽ മീഡിയ ചാരിറ്റി ആരോരും ഇല്ലാത്തവരെ സഹായിക്കാനാ. ആ നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സപ്പോർട്ട് ചെയ്യാനോ പിടിക്കാനോ ഒന്നുമില്ലാതെ കിടക്കുന്ന ആളുകളെ സഹായിക്കാനാ. ഒരു രോഗിക്ക് ഈ പറയുമ്പോൾ ഭൂലോകത്ത് നിറയെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇപ്പൊ നിങ്ങൾ ഈ ക്യാമറ നോക്കി പിടിച്ചു പോണേ? ഓരോരോ കാര്യം നോക്കിക്കൂടെ? ഇതിവിടെ അതിനെ എന്തിനാണ് വെറുതെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ? ഞാൻ എന്നിട്ട് ആ ഒരു വോയിസ് കേട്ടിട്ട് ഞാനത് അപ്പം തന്നെ പറയണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഈ തിരക്കിന്റെ ഇടയിൽ വന്ന് പറയണ്ട എന്ന് വെച്ചിട്ട് മിണ്ടാതിരുന്നതാ. പിന്നെ അവൻ്റെ ഒരു അളിയൻ വന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്താ കരീമിനെയും ഫിറോസിനെയും ഒക്കെ ഞങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ചുക്കും ചെയ്യൂല ഞങ്ങളൊന്നും. മനസ്സിലായിട്ടുണ്ടോ? വന്നതിനേക്കാളും വരുന്നൊന്നും വരാനൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതും ഞാൻ കണ്ടതും കേട്ടതിൻ്റെ അപ്പുറത്തേക്കൊന്നും നിങ്ങളുടേതായി ഈ സാധനം എടുക്കണ ഇതുണ്ടാവില്ല. നിങ്ങൾക്ക് അങ്ങനെ വല്ല വെള്ളം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി. മനസ്സിലായിട്ടുണ്ടോ? അത് എൻ്റെ അടുത്തേക്ക് എടുക്കണ്ട. കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ തുറന്നു പറയും. ഫിറോസ് കുന്നംപറമ്പിൽ ഒരു കള്ളനെയും സപ്പോർട്ട് ചെയ്യൂലോ, ഒരുത്തിനെയും കൂട്ടുപിടിച്ചിട്ടില്ല. പിന്നെ നിങ്ങളെല്ലാവരും ഈ പറയുന്ന നീ അടക്കം നിങ്ങളെല്ലാവരും എന്നെ ചാരി നിന്ന് വളർന്ന ആളുകൾ തന്നെയാണ്. എൻ്റെ ഗ്രൂപ്പിലുള്ള ഓരോ മെമ്പർമാരെയും ചാരി നിന്ന് വളർന്ന ആളുകൾ തന്നെയാണ് നിങ്ങളൊക്കെ. മനസ്സിലായിട്ടുണ്ടോ? അവരെ തള്ളിപ്പറയുകയും എന്നിട്ട് അതിന് എന്നെ കിട്ടൂല. കാരണം അവരൊക്കെ ചാരിറ്റിയെ സ്നേഹിക്കുന്ന ആളുകളാ. അവർ സമ്പാദിക്കുന്ന മുതലിൽ നിന്ന് ചാരിറ്റി പ്രവർത്തനം കൊടുക്കുന്ന ആളാണ്. കരീം ഇബ്രാഹിം ആരാ? നിങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അദ്ദേഹമൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളാ. അതിൽ നിന്ന് മറ്റു രോഗികൾക്ക് കൊടുക്കുന്ന ആളാ. അപ്പൊ കാണുമ്പോ പറയും, തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കും. തിരുത്താൻ തയ്യാറാവണം. മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ഈ പ്രവർത്തനമായിട്ട് വരുമ്പോൾ എന്നെ എത്ര ആളുകൾ എതിർത്തു. CAG എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ നിരന്തര ആക്രമണമായിരുന്നു ഇല്ലേ? ഞാൻ അതിനൊന്നും മറുപടി പറയാനൊന്നുമില്ല. ശരിയായിട്ടുള്ള ആരോപണങ്ങളാണ്, ശരിയായിട്ടുള്ളതാണെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിച്ച് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നോട് അവരിങ്ങനെ നിരന്തരം അവര് വെക്കുന്ന നിർദ്ദേശങ്ങളിൽ, കാര്യങ്ങളിൽ സത്യസന്ധമായിട്ടുള്ള കൃത്യമായിട്ടുള്ളതാണ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ ഏറ്റെടുക്കാതിരുന്നിട്ടില്ല. മനസ്സിലായിട്ട്? അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ, ചാരിറ്റിയിൽ മാറ്റം വരുത്തി ഞാൻ അങ്ങനെ വന്ന ഒരാളാണ്.
നിങ്ങൾ ഈ പറഞ്ഞ 2016 17 ഞാൻ MLA MP വെച്ച് വീഡിയോ ചെയ്തിട്ടും കൊടുത്തിട്ടൊക്കെ വന്ന ഒരാളാ. അപ്പോ ശത്രുക്കള് എന്നുള്ള രീതിക്കല്ല അവരെ കാണേണ്ടത്. നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന നമ്മുടെ മിത്രങ്ങളാണ് ഇവരൊക്കെ ചാരിറ്റിയെ നോക്കിക്കാണുന്ന ആളുകളാ. അല്ലാതെ ഒരാളും ഇല്ലാതാവണം എന്നല്ലേ. അങ്ങനെ ഇല്ലാതാവണം എന്ന് ഉദ്ദേശിക്കാൻ നിങ്ങളെയൊക്കെ പണ്ടേ ഇല്ലാതാക്കി കൂടെ. അങ്ങനെ ഒരിക്കലും അവർ കാണുന്നില്ല. പക്ഷെ നമ്മുടെ മനസ്സിലെ നമ്മുടെ ചിന്തകളാണ് ഇവരെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഒരുപാട് എന്തിനാണ് ഈ ഓവർ പൈസ വരുത്താൻ. ഞാൻ ആ റഷീനോടൊക്കെ അന്ന് ആ കല്യാണത്തിന്റെ കേസിൽ 4 ദിവസം മുന്നേ ചോദിച്ചാ ഫണ്ട് ആയിട്ടില്ല എന്നാ പറഞ്ഞത്. ഇതിവിടെ നടക്കുന്നത് തന്നെ ഇത് തന്നെയാണ്. ചാരിറ്റിക്ക് ഫണ്ട് ആയാലും ആയിട്ടില്ല എന്ന് നുണ പറഞ്ഞിട്ട് ഇവർ 2 കോടി 3 കോടി 4 കോടിയൊക്കെ ആക്കി ഇട്ടിട്ട് ഈ സാധനത്തിനെ അങ്ങോട്ട് ഒരു വീതം വെപ്പ ഇങ്ങനെ ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഒരു രോഗിക്ക് വീഡിയോ ചെയ്തു, വീഡിയോ പെട്ടെന്ന് വൈറലായി, ഒരൊറ്റ രാത്രി കൊണ്ട് അക്കൗണ്ടിൽ പൈസ വന്നു, നിവൃത്തിയില്ല. അത് നിങ്ങൾ ഏതെങ്കിലും രോഗിക്ക് കൊടുത്തോ? നാളെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നാലും നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് കാണിച്ചു കൊടുക്കുക, സാർ ഇത് കണ്ടോ, ഞങ്ങൾ വൈകുന്നേരം 5 മണിക്കിട്ട വീഡിയോ ആണ്, നേരെ വെളുക്കുമ്പോൾ ഇത്ര പൈസ ആയി, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കൊടുത്തു എന്ന് സ്റ്റേറ്റ്മെന്റിൽ സമയം ഡേറ്റ് ഒക്കെ ഉണ്ടാവില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഈ 4-5 കോടിയൊക്കെ 3-4 ദിവസം കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്ത് നോട്ടാ കാണിക്കുക? അതിലറിയൂലേ 30 ലക്ഷം വേണ്ടവന് 30 ലക്ഷം ഇത്ര മണിക്കൂർ കൊണ്ടായിട്ടുണ്ട്, പക്ഷെ ബാക്കി 4 ദിവസം ഈ 2 കോടി ആക്കാൻ വേണ്ടി എടുത്ത സമയം നോക്കണവർക്ക് മനസ്സിലാവൂലേ? എല്ലാവരും ഇല്ലേ? അപ്പോ പറ്റിക്കല്ലേ? പ്രവാസികളെ ആണെങ്കിലും നിങ്ങൾ പൊട്ടന്മാരാക്കല്ലേ? എന്നിട്ട് വന്ന് പറയാ പ്രവാസിന്റെ വിയർപ്പാണ്, ഞാനത് മറ്റു രോഗികൾക്ക് കൃത്യമായിട്ട് വീതം വെക്കാണ്. എന്തിനാ? ആരാ പറഞ്ഞ നിങ്ങളോട് വീതം വെക്കാൻ? നിങ്ങൾ പറയുന്ന രോഗിക്ക് ഫണ്ടായ നിങ്ങൾ ക്ലോസ് ചെയ്യും. ആ രോഗിയെ കാണിച്ചിട്ടല്ലേ നിങ്ങൾ പൈസ ഇരിക്കണേ? അപ്പൊ അങ്ങോട്ട് ക്ലോസ് ചെയ്തൂടെ? ഒരൊറ്റ രാത്രി കൊണ്ടൊക്കെ മറിഞ്ഞു വരികയാണെങ്കിൽ ശരി, അത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് 1-2 ആളുകളുടെ പ്രശ്നങ്ങൾ തീർക്കാം എന്നുള്ളതൊക്കെ ഓക്കെ. ഇനി അതല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, 30 ലക്ഷം വേണ്ട രോഗിക്ക് ഒരു 50 ലക്ഷം ആക്കിക്കോ, എന്നിട്ട് അതൊരു 10 ലക്ഷം എടുത്തിട്ട് 4 രോഗികൾക്ക് കൊടുക്കുക. അപ്പൊ 4 ആളുടെ പ്രശ്നം തീർന്നു. അപ്പോഴും വലിയ പ്രശ്നമില്ല. ഇതിന് പകരം ഈ കോടികളാക്കിയിട്ട് മത്സരിക്കുന്ന ഈ ഒരു ഇടപാടുണ്ടല്ലോ, അത് അത്ര നല്ലൊരു ശീലമേ അല്ല. ഇപ്പൊ ആ കുടുംബത്തിന് 2 കോടി 10 ലക്ഷം കിട്ടി. ഈ കുടുംബം എന്താ ചെയ്യുക? ഈ പൈസ കൊണ്ട് 1 കോടീശ്വരന്മാരായി. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിക്കുക, ബാക്കി പൈസ വീതിച്ചു കൊടുക്കുക അല്ലേ? ഒരു 30 ലക്ഷം കുടുംബത്തിന് കൊടുത്ത് ബാക്കി വീതിച്ചു കൊടുക്കാമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. 1,70,000 1 കോടി 70 ലക്ഷം നിങ്ങൾ വീതിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും തൃപ്തി, സന്തോഷം, വന്ന പൈസ മറ്റു രോഗികൾക്കും കൊടുത്തു. പക്ഷേ 4 കൊല്ലം കഴിയുമ്പോൾ ആ അക്കൗണ്ട് ഹോൾഡർ ആയിട്ടുള്ള ഉമ്മക്ക് ഇൻകം ടാക്സിന് നോട്ടീസും ഒരു 50 ലക്ഷം അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഉമ്മ അവിടെ നിർത്തി അടയ്ക്കും, ഇരിക്കുന്ന വീട് ജപ്തി ചെയ്തിട്ട് പോകും. എന്നിട്ട് ഇവര് തെരുവിലിറങ്ങി പിച്ച തണ്ടേണ്ട അവസ്ഥയ്ക്ക് വരും. നിങ്ങൾ നോക്കോ, ചാറ്റിക്കാർ നോക്കോ, എന്തിനാണ് ഈ പാവങ്ങളെ വെച്ചിട്ട് ഈ ജാതി ഗെയിം, ഈ ജാതി കളി കളിക്കുന്നത്? പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ചീപ്പായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നിർത്തിയിട്ട് ഒരു നല്ല രീതിയിലേക്ക് നിങ്ങൾ ഈ ചാരിറ്റി പ്രവർത്തനം നടത്തിപ്പോയി. കുറേ പാവങ്ങൾക്ക് ഉപകാരം കിട്ടുന്നൊരു സാധനമാണിത്. എന്തിനാണ് ഇതിനെ നശിപ്പിക്കണത്? ഞാൻ പല ആളുകളുടെ ലൈവിന്റെ താഴെ പോയിട്ട് ഞാൻ കമന്റ് നോക്കി, നിരാശരാണ് സഹായിച്ച ആളുകൾ. ഇനി ഞങ്ങൾ കൊടുക്കൂല, ഇനി അയക്കൂല, ഇനി നിങ്ങളെന്ന് വിശ്വസിക്കൂല എന്നുള്ള കമന്റ് കാണുമ്പോൾ സങ്കടം വരിക. കാരണം അവരൊക്കെ ആ കുടുംബത്തിന്, ഏത് വീഡിയോ ആയിക്കട്ടെ, ആ കുടുംബത്തിന് ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു പറയുമ്പോൾ, ആടും കോഴി ലേലം ചെയ്യുമ്പോൾ കരഞ്ഞ് പറയുമ്പോൾ ഈ പാവങ്ങൾ കൊടുക്കുക. പക്ഷെ ഇവരറിയുന്നില്ല ഫണ്ട് ആയത് മറച്ചു വെച്ചിട്ടാണ് ഇവർ ഈ പണിയൊക്കെ എടുക്കണേന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ 4 ദിവസം കഴിഞ്ഞിട്ട് ഒരു പബ്ലിസിറ്റിയാ, ഇതാ ഇന്ന രോഗിക്ക് 2 കോടി, ഇതാ ഈ കല്യാണത്തിന് 4 കോടി എന്ന് പറഞ്ഞിട്ട് എന്തൊരു കഷ്ടമാണ്. ഇതൊക്കെ കറങ്ങിത്തിരി എന്റെ തലയ്ക്ക് വരുന്നതാണ് ഞാൻ ആലോചിക്കണത്. ഏതെങ്കിലും പോയാലും തിരിഞ്ഞ് പിന്നെ അവസാനം വരും ഇതിന്റെ ഒക്കെ അപ്പ ഫിറോസ് കുന്നംപറമ്പിലാണ് എന്നും പറഞ്ഞിട്ട്. ഞാൻ ആരുടെ അപ്പനൊന്നുമല്ല. ഞാൻ കൃത്യമായിട്ട് ഞാനൊന്ന് വരച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചാരിറ്റി ചെയ്യണമെന്ന്. അത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ കാണിച്ചു കൊടുത്തതാ. അതല്ലാതെ അനുഭവത്തിലൂടെയും അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, വിമർശകരുടെ നല്ല വിമർശനം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. CIG ഗ്രൂപ്പൊക്കെ എന്നെ ഒന്ന് വിമർശിക്കുന്ന ആളുകളാ. ഞാൻ ആ ഗ്രൂപ്പ് പൂട്ടിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക വിമർശിക്കുന്ന ആളുകളെ മോശമാക്കാനോ ഞാൻ പോയിട്ടില്ല. ഞാൻ അവരോട് അന്നും പറയുന്നൊരു വാക്കുണ്ട്, വ്യക്തിഹത്യ നടത്താനും ഇല്ലാത്തത് നിങ്ങൾ പറയരുത്. ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോ, തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തും. അത് അന്നും ഇന്നും എന്നും ഞാൻ പറയുന്നൊരു കാര്യമാണ്. അതെന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. ഞാൻ അതേ ഈ സമൂഹത്തിനും കാണിച്ചു കൊടുത്തുള്ളൂ, എന്റെ കൂടെ ഉള്ളവർക്കും കാണിച്ചു കൊടുത്തുള്ളൂ. പക്ഷെ അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ട് കുറേ പേപ്പേഴ്സിൽ പേരെഴുതിയിട്ട് അല്ലെങ്കിൽ കൃത്യമായി അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. ഈ പാവപ്പെട്ട, ഞാൻ പറയട്ടെ, നിങ്ങൾ ഇനിയിപ്പോൾ 50 കോടി വീതിച്ചു കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ അക്കൗണ്ട് ഹോൾഡർ നാളെ കുടുങ്ങും. അവൻ വലിയൊരു എമൗണ്ട് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും.
ഇന്നത്തെ സാഹചര്യം വളരെ മോശമാണ്. വേട്ടയാടുന്ന ഒരു സാഹചര്യമാണ്. വെറുതെ ഈ പാവങ്ങളെ കൊലയ്ക്ക് കൊടുക്കരുത്. നിങ്ങൾ ആവശ്യത്തിന് ഫണ്ടായ നിർത്ത്. നിങ്ങളൊക്കെ തന്നെയാണ് 1, 2, 3 സ്ഥാനക്കാർ. നിങ്ങളൊക്കെ വലിയ ആളുകളാണ്, ചാരിറ്റിയിലെ കൊടികെട്ടിയ ആളുകളാണ്. അങ്ങനെ തന്നെ വെച്ചു നിങ്ങളെ. സത്യത്തിൽ ഞാനതങ്ങനെ മാറിയിരിക്കണത്. ഇനിയിപ്പോൾ നമ്മളാണ് അവർക്ക് പ്രശ്നമെങ്കിലും നമ്മൾ വല്ലപ്പോഴും ഒരു വീഡിയോ ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് സമാധാനം ഒരു മൂലയ്ക്ക് പോയാലും ഇനിയിപ്പോൾ ആരാന്ന് വെച്ചാൽ അങ്ങനെ 1, 2, 3 ആവി എങ്ങനെയെങ്കിലും ഇതാവട്ടെ എന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഇത് വേറൊരു കോലത്തിലേക്കാണ് ഇതിൻ്റെയൊക്കെ പോക്ക്. നിന്നെ തടിപ്പിക്കലോ കരയലോ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അവർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ കരയെ പിടിക്കുകയൊക്കെ ചെയ്തോട്ടെ. അതൊക്കെ അതിൻ്റെ ഒരു ഇതാണ്. ഫണ്ട് വരുത്താൻ ചിലപ്പോൾ കരയേണ്ടി വരും, ചിലപ്പോൾ തന്നെ തടിക്കാം. അതൊക്കെ വേറൊരു ഭാഗം. നിങ്ങൾ എന്ത് ചെയ്യിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഫണ്ട് വരുത്തണമെങ്കിൽ ആവശ്യത്തിനായാലും ദയവ് ചെയ്ത് നിങ്ങൾ ക്ലോസ് ചെയ്യും. നിങ്ങൾ രോഗിനെ കോടീശ്വരന്മാരാക്കേണ്ട ആവശ്യമുണ്ടോ? അത് മറ്റു പ്രവാസിന്റെ വേർപ്പല്ലേ എന്നൊക്കെ പറയുന്ന നിങ്ങൾ കോടീശ്വരന്മാരാക്കണ്ടാന്നേ രോഗിനെ. ആവശ്യത്തിന് ഫണ്ടായി ക്ലോസ് ചെയ്യും. എന്തിനാക്കണ്? പ്രശ്നം തീർന്നില്ലേ? അല്ലാതെ ആയിട്ടില്ല എന്ന് പറഞ്ഞ് വെച്ച് നീട്ടിയിട്ട് എന്തിനാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത്? ദയവ് ചെയ്ത് രോഗികളോടും അവർക്ക് വേണ്ടി രൂപീകരിക്കുന്ന കമ്മിറ്റിക്കാരോടും എനിക്ക് പറയാനുള്ളൊരു അവസ്ഥ ഇതാണ്. ഇന്ന് നിങ്ങൾ സന്തോഷത്തോടെ ഫണ്ട് വാങ്ങി പിരിയും, പക്ഷേ നാളെ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു ആപത്താണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് കൂടുതൽ എമൗണ്ട് വരാതെ നോക്കുക. ചാരിറ്റിക്കാരുടെ കയ്യിൽ നിങ്ങൾ നിങ്ങളുടെ പാസ്ബുക്കും ചെക്കും അതുപോലെ തന്നെ ഗൂഗിൾ പേ ഉള്ള മൊബൈൽ കൊടുക്കാതിരിക്കുക. കാരണം അവരാണ് ഇത് വാങ്ങിച്ചു വെച്ചത്. രോഗികൾക്ക് അറിയുന്നില്ലല്ലോ എത്ര വന്നു എന്നുള്ളത്. ഇവർ വാങ്ങിച്ച് കയ്യിൽ വെച്ചിരിക്കല്ലേ. എന്നിട്ട് ഇവരിത് എത്ര ആകുമ്പോഴാണല്ലോ ഇത് പറയണത്. ഈ രോഗികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് കൊടുക്കണ്ടെന്നേ നിങ്ങൾ. കാരണം നിങ്ങൾക്ക് ചികിത്സയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് 30 ലക്ഷം വേണ്ടി വരുള്ളൂ. പക്ഷേ ഇവർ കോടികൾ ഉണ്ടാക്കി വീതിച്ചു കൊടുത്തിട്ട് നാളെ ഇൻകം ടാക്സിന്റെ നോട്ടീസ് 60 ലക്ഷം വരുമ്പോൾ ഇരിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തെരുവിൽ ഇറങ്ങേണ്ട അവസ്ഥ രോഗികൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് വരും. നിങ്ങൾ സൂക്ഷിച്ചോ. എനിക്ക് നിങ്ങളോട് വളരെ താഴ്മയോടെ പറയാനുള്ളൊരു കാര്യമാണ്. അതുപോലെ പ്രവാസികളായിട്ടുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ ചില വ്യക്തികൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് മൊത്തം ചാരിറ്റിക്കാരെയും സഹായിക്കുന്ന ആളുകളെയും ദയവ് ചെയ്തിട്ട് നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. നന്നായിട്ട് ചാരിറ്റി ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. PMA സലാം ആണെങ്കിലും ഷഹീൻ കെ മൊയ്തീൻ ആണെങ്കിലും അതുപോലെ തന്നെ തായർ ബാബു ആണെങ്കിലും ഒരുപാട് ചാരിറ്റിക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഓരൊക്കെ ആവശ്യത്തിന് ഫണ്ടായാൽ ആയി എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വേഗം വന്ന് അത് ക്ലോസ് ചെയ്തിട്ട് പോകുന്ന ആളുകളാണ്. അങ്ങനെ ഒരുപാട് ചാരിറ്റിക്കാരുണ്ട്. ചില ആളുകളെയൊക്കെ ഞാൻ വിട്ടുപോയി, പേരുകൾ മറന്നുപോയി. അവരൊക്കെ ആവശ്യത്തിന് ഫണ്ടായാൽ അപ്പം വന്ന ആവശ്യത്തിനായി എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യുന്ന ആളുകളാണ്. അവരൊക്കെ നല്ല രീതിയിൽ ചാറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് ഇതുപോലെ കോപ്രാട്ടത്തരങ്ങൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഈ ജാതി തോന്നിയ വാസം കാണിക്കുമ്പോൾ അത് എല്ലാ ചാരിറ്റിക്കാരെയും നിങ്ങൾ ദയവ് ചെയ്തിട്ട് അതിൽ ഉൾപ്പെടുത്തരുത്. പിന്നെ എനിക്ക് വളരെ ദയനീയമായിട്ട് പറയാനുള്ളൊരു കാര്യം, ആരെങ്കിലുമൊക്കെ വന്ന് കരഞ്ഞ് കാണിക്കും പിന്നെയും നിങ്ങൾ ഊരും പേരും അറിയാത്ത ഒരു കേസിൽ നിങ്ങൾ പൈസ എടുത്ത് കൊടുക്കരുത്. കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണ് വന്ന് അതിങ്ങനെ കരഞ്ഞ് 2 ആൾ വന്ന് അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ എന്താ പറയുക എത്തിയുമാണെന്നോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ സെന്റിമെന്റ് അടിക്കുമ്പോൾ ദയവ് ചെയ്ത് പ്രവാസികളായ നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ പൈസ എടുത്ത് വേഗം കൊടുക്കരുത്. അതിനാണല്ലോ ഞങ്ങളെ പോലെയുള്ള ആളുകൾ രോഗിയെ കാണിച്ചിട്ട് വന്ന് സംസാരിക്കണം. എനിക്കങ്ങനെ ചെയ്തുകൂടെ? രോഗിയെ മാത്രം കാണിച്ചൊരു വീഡിയോ ചെയ്തുകൂടെ? എന്തിനാ ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് എന്ന് പറഞ്ഞിട്ട് വരുന്നേ? ആ വീഡിയോന്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് കാണിക്കാനാ അല്ലേ? അതിനല്ലേ ഞാൻ വരണേ. അപ്പൊ എനിക്ക് എന്റെ ഉത്തരവാദിത്വം ഉണ്ട്. എന്താ 30 ലക്ഷമാണ് അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടതെങ്കിൽ അതായാലും അപ്പം വന്ന് ജനങ്ങളോട് പറയണം വേണ്ടേ? ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം വേണ്ടേ? അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇടണം വേണ്ടേ? അവർ ചികിത്സയ്ക്ക് പോകുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കണ്ടേ? അതിനാണല്ലോ ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വരണേ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും വരുന്ന വീഡിയോക്ക് നിങ്ങൾ സഹായിക്കും. തന്തയില്ലാത്ത ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ സഹായിക്കരുത്. ദയവ് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ഊരും പേരും ഇല്ലാത്ത വീഡിയോകൾ കാണുമ്പോൾ കൊടുക്കരുത്. അതുപോലെ തന്നെ ഈ കോടികൾ ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾ നോക്കുക, നല്ല വൈറലായ വീഡിയോ ആണെങ്കിൽ അതിൽ കോടികൾ വരും. അപ്പോൾ കൊടുക്കുന്ന ആളുകൾ ആലോചിക്കുക, വിളിച്ച് ചോദിക്കുക എത്രയായി എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ ആ സമയം നോട്ട് ചെയ്ത് വെക്കി. ഇവരെ വിളിച്ചു ചോദിക്കുന്ന സമയം നോട്ട് ചെയ്ത് വെക്കി. എന്നിട്ട് പിറ്റേന്നോ 4 ദിവസം കഴിഞ്ഞ് ഇവർ കോടികളായതുകൊണ്ട് അനൗൺസ്മെന്റ് ചെയ്യും. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ഇടും. അപ്പോൾ നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റിൽ നോക്കുക, നിങ്ങൾ വിളിച്ച സമയത്ത് അതിലെത്ര ആയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് മുമ്പാരെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ നിങ്ങൾ നോക്കുക. സഹായിക്കുന്ന ആളുകൾക്ക് മനസ്സ് വേദനിച്ച് അവർ കൊടുക്കാതിരുന്നാൽ കുറെ പാവങ്ങൾക്ക് കിട്ടുന്നത് ഇല്ലാതാവും. അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. നിങ്ങൾക്കൊന്നുമില്ല. നിങ്ങൾക്ക് കൂടുതൽ തട്ടിപ്പോവാം. എത്ര പാവങ്ങളാണെന്നറിയോ ഈ ഒരു ഇതുകൊണ്ട് നരകിക്കുക. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്തിട്ട്
ഇതാക്കരുത്. പിന്നെ കുറേ ആളുകൾ വന്ന് പറയുന്നുണ്ട് ഫിറോസ് കുന്നംപറമ്പിൽ ഇപ്പോൾ 100 കണക്കിന് ആളുകളെ വിളിച്ചിട്ട് കൂട്ടിയിട്ട് ബാലൻസ് വീതിച്ചു കൊടുക്കുന്നില്ല, നിങ്ങൾ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം സ്റ്റേറ്റ്മെന്റ് മാത്രം ഇടുകയാണ്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ അതിനകത്ത് വന്ന കുറേ അഭിപ്രായങ്ങൾ, കുറേ പണ്ഡിതന്മാരാണെങ്കിലും ബന്ധപ്പെട്ട ആളുകൾ എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഫിറോസേ, നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ മുഖം കാണിക്കാതെ കൊടുക്കുന്നതാണ് നല്ലത് ദാനം ചെയ്യുമ്പോൾ. പക്ഷേ നിവൃത്തികേട് കൊണ്ട് സോഷ്യൽ മീഡിയ ചാരിറ്റി ആകുമ്പോൾ നമ്മൾ മുഖം കാണിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഒരു രോഗിയുടെ മുഖം കാണിച്ചതൊക്കെ വീതിച്ചു കൊടുക്കുന്നവരെയും കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു ഇതുണ്ട്, അതായത് ഞാനിപ്പോൾ വീതിച്ചു കൊടുക്കുക, എന്നിട്ട് ഈ രോഗിയെ ഞാനിങ്ങനെ സ്റ്റേജിലേക്ക് ഇങ്ങനെ വിളിച്ചു കയറ്റിയിട്ട് പറയാണ്, ഈ പാവം പട്ടിണി കിടന്ന് ചാവാറായി, വീട്ടിൽ അരി വാങ്ങിക്കാൻ പൈസയില്ല, ഗതികേട് കൊണ്ടാണ് ഇയാൾ നമ്മുടെ മുന്നിൽ വന്ന് ഇങ്ങനെ കൈ നീട്ടിയത്, അതുകൊണ്ടാണ് ഞാനിതാ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി 5 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കുകയാണ്, വീഡിയോ ചെയ്യാതെ മുഖം കാണിക്കാതെയാണ് ഞാൻ ഈ ചെക്ക് ഈ രോഗിക്ക് കൊടുക്കണം. എവിടെ പറയണമെന്നറിയാം, ലൈവ് ഇട്ടിട്ട്. ഇതിനേക്കാളും നല്ലത് അയാൾക്ക് വീഡിയോ ഇട്ടോട് പൈസ ഉണ്ടാക്കി കൊടുക്കണല്ലേ. അതായത് ആ പാവത്തിനെ വിളിച്ച് കയറ്റി അപമാനിച്ച് അതിന്റെ സങ്കടവും കരച്ചിലും പറഞ്ഞിട്ടാണ് ചെക്ക് കൊടുക്കണത്. എന്നിട്ട് പറയാണ് ഞാൻ മുഖം കാണിക്കാതെയാണ് പൈസ കൊടുക്കണേന്ന്. എന്തോ ലക്കിയമേൽ ചാരിറ്റിയത്. നിങ്ങൾ കൊടുക്ക്, നിങ്ങൾ എന്തിനാ കാണിക്കണേ? നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന സത്യസന്ധമായിട്ടാണെങ്കിലും നിങ്ങൾ രോഗികൾക്ക് കൊടുക്കുന്നേ. എന്നിട്ട് കൊടുത്ത ആളുകളുടെ കൃത്യമായ അഡ്രസ്സും ഡീറ്റെയിലും ഇട്. സംശയമുള്ളവർ വിളിച്ച് ചോദിച്ചു പോയി നോക്കട്ടെ, പരാതിയുള്ളവർ പരാതി കൊടുക്കട്ടെ. എനിക്കെതിരെ എത്രയോ ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്താ ഉണ്ടാക്കിയേ? എന്നിട്ട് എന്താ ഉണ്ടായേ? ഏത് അന്വേഷണത്തിൽ എന്താ ഉണ്ടായേ? ഒരാളെയും ജീവിതത്തിൽ പറ്റിച്ചിട്ടില്ല. അങ്ങനെ പറ്റിച്ചിട്ട് ജീവിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എനിക്ക്. എന്താ പറയുക, ആ രീതിക്ക് ഞാൻ മുന്നോട്ട് പോയിട്ടില്ല. ഞാൻ ഇത്രയും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എനിക്കെതിരെ ഒരു രോഗികളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ ഞാൻ പറ്റിച്ചു പിടിച്ചു എന്നിട്ട് വന്നിട്ടില്ല. കമ്മിറ്റിക്കാർ വന്നിട്ടില്ല, ഒരാളും എൻ്റെ അടുത്തേക്ക് അങ്ങനെ വന്നിട്ടില്ല. വിമർശകര് ഇല്ലാത്ത പലതും പടച്ചു വിട്ടിട്ടുണ്ട്. ആ പടച്ചു വിട്ട ആ ഒരു ഇല്ലാത്ത കഥകൾക്ക് ഇന്നും അവർക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം എന്താ, അത് അവർ ക്രിയേറ്റ് ചെയ്ത് വന്നതാണ്. ഇവനെ ഒന്ന് ഒതുക്കണം, ഫിറോസ് കുന്നംപറമ്പിൽ ഒന്ന് ഒതുക്കണം എന്ന് പറഞ്ഞ് വന്ന ആളുകളാണ്. അവർ ഒതുക്കാൻ വിചാരിച്ച് ഒതുങ്ങിയില്ലേ? അവർക്ക് വേണ്ടിയിരുന്നത് രാപ്പകലില്ലാതെ, രാത്രിയും പകലും ഇല്ലാതെ വലിയ രീതിയിൽ ചാറ്റ് ചെയ്ത് പോയ ഒരു മനുഷ്യനൊരു മൂലയ്ക്കാക്കണം എന്ന് വിചാരിച്ചു. ആക്കിയില്ലേ? പ്രശ്നം തീർന്നില്ല, ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഞാൻ പറയണത്, ഇപ്പോഴും ചാറ്റ് നിങ്ങളവരോട് ദേഷ്യം കൊണ്ട് പറയണതല്ല, നിങ്ങളൊരു മനസ്സിലാക്കേണ്ടത്, ഒരു രോഗിക്ക് വീഡിയോ ചെയ്താൽ വീഡിയോ ചെയ്യുന്ന ചാരിറ്റിക്കാരനിക്ക് 10 പൈസ കിട്ടുന്നില്ല, അവനൊരു ലാഭമില്ല, അവൻ ചെയ്യുന്നത് നന്മയാണ് എങ്കിൽ എന്തിനാണ് കോടികൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത്? ആവശ്യത്തിന് അയാൾ ക്ലോസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലാഭം ഇല്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ കോടികൾ ഉണ്ടാക്കി കൊടുത്തിട്ട് നിൽക്കണത്? ക്ലോസ് ചെയ്ത പ്രശ്നം തീർന്നില്ലേ, വിവാദങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ കോടികളാക്കിയിട്ട് അതിൽ വീതം വെപ്പ് നടത്തുമ്പോൾ ജനങ്ങൾ സംശയത്തോടെ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയാൻ തയ്യാറാവണം. പണ്ട് ഇതുപോലെ കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചതാ, ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്ന ആളുകളുടെ സ്റ്റേറ്റ്മെന്റ് ഇടാൻ തുടങ്ങിയത്. പക്ഷേ ഞാൻ ഇതുപോലെ കോടി ഉണ്ടാക്കുന്ന പരിപാടിയേ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഏത് കൂടുതൽ പൈസ വന്ന സ്റ്റേറ്റ്മെന്റുകളോ അതല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതൊക്കെ ഒരു രാത്രി കൊണ്ടുവരുന്നതാണ്. ചിലപ്പോൾ വെള്ളിയാഴ്ച പോസ്റ്റ് ചെയ്യും, ശനി ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ്. പക്ഷെ ആ വെള്ളിയാഴ്ച ഫണ്ടായാലും അപ്പം ഞാൻ വന്ന് പറയും അതിൽ പൈസ ആയിട്ടുണ്ട് എന്ന്. ഞാൻ വേങ്ങരയിലൊരു വീഡിയോ ചെയ്ത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 5 മണിക്ക് വീഡിയോ ഇട്ട് രാത്രി ആകുമ്പോൾ ഫണ്ടായി. ഞാൻ ആ രാത്രി തന്നെ വന്ന് പറഞ്ഞു. പിറ്റേന്ന് നേരം കൊടുത്തിട്ട് 10 മണിയാകുമ്പോഴേയും ആ താത്താനെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ നമ്മളൊരിക്കലും കോടികൾ ഉണ്ടാക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ ഒരു രാത്രി കൊണ്ടൊക്കെ വൈറലായാലും വീഡിയോ വൈറലായി വന്നു പോകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗൂഗിൾ പേ ഞാൻ വേഗം അവരെ കൊണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യിക്കും. കാരണം ഗൂഗിൾ പേയിൽ കൂടെ പിന്നെ പൈസ അയക്കാൻ പറ്റുള്ളൂ. ഇത്രയ്ക്ക് സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കണേ. എന്നിട്ട് പോലും അതെന്തിനു വേണ്ടിയിട്ടാ? ഇത്രയും കല്ലേറും ഇത്രയും തെറികളും ഇത്രയും കള്ളനെന്ന വിളിയൊക്കെ കേട്ടിട്ടും ഞാൻ ഇതുമേലെ പിടിച്ചു നിൽക്കണം എന്തിനാണെന്നറിയോ? ഈ മേഖല നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ പാവങ്ങൾക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വെച്ചിട്ടാ. ഈ വിമർശിക്കുമ്പോൾ ഞാനന്ന് ഇട്ടിട്ട് ഓടിയിരുന്നെങ്കിൽ ഫിറോസ് കുന്നംപറമ്പിൽ കട്ടിട്ട് രക്ഷപ്പെട്ടു പോയി അല്ലെങ്കിൽ പണം ഉണ്ടാക്കി പോയി എന്ന് പറയും. പക്ഷേ അവരുടെ മുന്നിൽ ഇതൊക്കെ സഹിച്ചിട്ട് ഞാൻ നിൽക്കണം എന്തുകൊണ്ടാണെന്നറിയോ? എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ പ്രവർത്തനങ്ങൾ സത്യമായിരുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിയും. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ നിൽക്കണേ. അത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുക. ഓരോ ദിവസം കഴിയുന്തോറും അന്ന് എനിക്കെതിരെ പറഞ്ഞ ആളുകളോ അന്നുണ്ടാക്കിയ വിവാദങ്ങൾക്കൊന്നും ഇന്നും എന്താ പറയുക, ഒരു കഴമ്പില്ലാതെ നിലനിൽക്കുമ്പോൾ അത് എൻ്റെ വിജയം തന്നെയാണ്. അത് കാണാനും അത് നിങ്ങൾ മനസ്സിലാക്കാനും തന്നെയാണ് ഞാനിപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണെങ്കിലും എനിക്ക് ഇത്തരം വിഷയങ്ങൾ നിങ്ങളോട് പറയാനുള്ളതാണ്. ഇപ്പം ഞാൻ
ഇപ്പോൾ അറിയാലോ എല്ലാ ചാരിറ്റിക്കാരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നല്ല രീതിയിൽ ചാരിറ്റി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കിടയിൽ. നമ്മുടെ അൻസാർ ബുസ്താനൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഒരു നന്മ ചാരിറ്റി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഗ്രൂപ്പിലുണ്ട്. കുറേ ഗ്രൂപ്പുണ്ട്, കേരള സൗഹൃദ കൂട്ടായ്മ, അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ ഉണ്ട്. ഇവരൊക്കെ ഓരോ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനകത്ത് നല്ല രീതിയിൽ ചാരിറ്റി ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ബാധിക്കുന്നത് ഇതുപോലെയുള്ള ആളുകൾക്കാണ്. എന്നെ ബാധിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ പണ്ടും പറയും, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്ന് വളാവുള്ളൂ. ഞാൻ ഇതിനു വേണ്ടി ചെയ്യാൻ തീരുമാനിച്ച ഒരാളാണ്. മനസ്സിലായിട്ടോ? എനിക്ക് പ്രശ്നമില്ല. പക്ഷേ നല്ല നല്ല ചാരിറ്റിക്കാരുണ്ട്, അത്തരം ആളുകളെ കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് നിങ്ങളിതിനെ മാറ്റരുത്. അതുപോലെ തന്നെ രോഗികൾക്ക് പണം കിട്ടിയാൽ പുളിക്കൂല എന്നുള്ള ആളുകളാണ്. അത്തരം ആളുകളുടെ വീഡിയോ നിങ്ങൾ നോക്കി ചെയ്യണം. എത്ര കിട്ടിയാലും ഇങ്ങനെ വാരി കൂട്ടുന്ന ആളുകളുണ്ട്. എന്തിനാണ് നമ്മൾ ഈ ഓവറായിട്ട് കൊടുക്കാനും പിടിക്കാനും വാങ്ങിച്ചു കൊടുക്കാൻ? ആവശ്യത്തിന് കൊടുക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഏത് രോഗിക്ക് നിങ്ങൾ എത്ര കൊടുത്താലും അത് കയ്യിൽ കിട്ടുന്നത് വരെ നിങ്ങളോടുള്ള സ്നേഹവും നന്ദി ഉണ്ടാവുള്ളൂ. കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങൾ ആരാന്ന് വരെ ചോദിക്കുന്നൊരവസ്ഥ വരും. അപ്പോൾ ഒരിക്കലും നമ്മൾ സഹായിക്കുന്ന ആളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട, മോളൊന്ന് പ്രതീക്ഷിച്ചാൽ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുന്നിലേക്ക് വരുന്ന രോഗിക്ക് എത്രയാ കിഡ്നി മാറ്റിവെക്കാനാണ്, ഒരു 25 ലക്ഷമാണ് വേണ്ടത്, ഡോണർ പുറത്തുനിന്നാണ്. 25-ന് പകരം നിങ്ങളൊരു 30 ലക്ഷമൊക്കെ ആയാൽ നിങ്ങൾ ക്ലോസ് ചെയ്യിപ്പിക്കുക. കാരണം ഒരു 5 ലക്ഷം എക്സ്ട്രാ അവനെന്തെങ്കിലും ഒരു ചിലവിന് പോട്ടെ. ഇനി അതിലേക്ക് ഒരു 35 ലക്ഷം ആക്കിയിട്ട് 5 ലക്ഷം വേണേൽ 2 രോഗികൾക്ക് നിങ്ങൾ കൊടുത്തു, പ്രശ്നം അവിടെ അവസാനിച്ചില്ലേ? ഇല്ലേ? 50 ലക്ഷം വേണ്ടവന് നിങ്ങൾ വേണമെങ്കിൽ ഒരു 65 ലക്ഷം ആക്കിക്കോ. എന്നിട്ട് ഒരു 10 ലക്ഷം എടുത്തിട്ട് നിങ്ങൾ ഒരു 4 രോഗികൾക്ക് കൊടുത്തു, 55 ലക്ഷം ഈ രോഗിക്കും കൊടുത്തു, ഒരു പ്രശ്നമില്ല. കാരണം ഒരു 10 ലക്ഷം കൊടുത്തു എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ നിങ്ങളൊക്കെ ചാരിറ്റി ചെയ്യുന്ന ആളുകളാണ്. നേരെ വെളുത്താൽ എൻ്റെ വീട്ടിലും നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിലൊക്കെ ആളുകൾ വരും സഹായിക്കണം എന്നുണ്ട്. ഇവരൊക്കെ അപേക്ഷകൾ തരും. ഇവരോട് മുഖം തിരിച്ചു നിൽക്കാൻ കഴിയില്ല, എന്തെങ്കിലും അവർക്ക് കൊടുക്കണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഈ ചെയ്തു കൊടുക്കുന്ന വീടിൽ നിന്ന് 5-10 ലക്ഷം വാങ്ങിയിട്ട് ഒരു 10 ആളുകളുടെ കേസ് നിങ്ങൾക്ക് പിരിച്ചുവിടാം. പക്ഷേ അതിന് പകരം ഈ 50 ലക്ഷം വേണ്ട രോഗിക്ക് 2 കോടി 3 കോടിയൊക്കെ നിങ്ങൾ വരുത്തിയതിന് ശേഷം ഈ 50 ലക്ഷം കൊടുത്ത് ബാക്കി വരുന്ന 1.5 കോടി 2 കോടി നിങ്ങൾ വീതിച്ചു കൊടുക്കുമ്പോൾ ഈ പാവപ്പെട്ട രോഗി നാളെ ഇൻകം ടാക്സിന്റെ മുന്നിൽ പ്രതിയായി നിന്നിട്ട് ടാക്സ് അടയ്ക്കാൻ വഴിയില്ലാതെ വീടും ജപ്തി ചെയ്ത് തെരുവിലേക്ക് മക്കളെയും കൊണ്ട് ഇറങ്ങേണ്ട സാഹചര്യം വരും. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളൊക്കെ കുറച്ചെങ്കിലും ബുദ്ധി വിവരമൊക്കെ ഉള്ള ആളുകളല്ലേ, എന്തിനാ അതൊക്കെ ചെയ്യണേ? ഗവൺമെന്റിന്റെ മുന്നിൽ ഇത് ചാരിറ്റിക്ക് കൊടുത്തു അല്ലെങ്കിൽ രോഗിക്ക് കൊടുത്തു എന്നൊന്നുമില്ല, അക്കൗണ്ടിൽ പണം വന്നോ ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ്. മനസ്സിലായിട്ടോ? അതായത് ഇവരെ കൊണ്ട് സഹായിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഒരു കിഡ്നി മാറ്റിവെക്കാൻ, ഒരു ലിവർ മാറ്റിവെക്കാൻ, ഒരു വീട് വെക്കാൻ, ഒരു കല്യാണത്തിനൊക്കെ ഗവൺമെന്റിന്റെ മുന്നിൽ അപേക്ഷ കൊടുത്താൽ ഒന്നും കിട്ടൂല. ഓരിങ്ങനെ എന്താ പറയുക, അങ്ങനെ കാത്തിരിക്കല, അതൊരു ചുക്കും നടക്കൂല. പക്ഷേ നമ്മളെ പോലെയുള്ള ആളുകൾ കഷ്ടപ്പെട്ടിട്ട് ഓർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന്റെ ടാക്സും കാര്യങ്ങളും വാങ്ങിക്കാൻ ഇവർ കൃത്യമായിട്ട് വരും. മനസ്സിലായിട്ട്? അപ്പോൾ ഗവൺമെന്റിന്റെ മുന്നിൽ രോഗിയായിരുന്നു, ചികിത്സയ്ക്കായിരുന്നു എന്നൊന്നുമില്ല. ഓര് വന്ന് അതിന്റെ ടാക്സ് വാങ്ങിക്കുമ്പോൾ ഈ പാവങ്ങളുടെ കൊടുക്കാനില്ലെങ്കിൽ റോട്ടിലേക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനിയെങ്കിലും ദയവ് ചെയ്തിട്ട് നന്നായിട്ട് ചാരിറ്റി ചെയ്യുന്ന ആളുകൾ അവർ ചെയ്തു പോട്ടെ. നിങ്ങളുടെ എത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നാളെ ഇവരെ കൂടി ബാധിക്കും. കുറേ പാവങ്ങൾക്ക് കിട്ടുന്നതില്ലാതാവും. സോഷ്യൽ മീഡിയ ചാരിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ വളരെ വേഗം സഹായം കിട്ടാൻ, കണ്ടില്ലേ? ആ ഒരു കല്യാണത്തിന് ഇറങ്ങി പിരിച്ചാൽ പോലും കിട്ടാത്ത സംഖ്യയാണ് മണിക്കൂറുകൾ കൊണ്ട് കിട്ടിയത്. ഇത് നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പക്ഷേ ഇതൊരു വരുമാന മാർഗമായിട്ടോ അതല്ലെങ്കിൽ ഒന്നാമനോ രണ്ടാമനോ ആകാനൊക്കെ വേണ്ടിയിട്ട് ഇതിന് നിങ്ങളെ ദയവ് ചെയ്ത് ഇതിനെ ഉപയോഗപ്പെടുത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല. കടങ്കഥ പറയും പോലെ നിങ്ങളിങ്ങനെ ഉമ്മറയ്ക്ക് പോയ ആളാണ് അല്ലെങ്കിൽ മറ്റേ ആളാണെന്നൊന്നും പറയണ്ട. നിങ്ങൾക്ക് എന്നെ പറയാനുള്ളത് പറഞ്ഞോ, തിരിച്ച് പറയാനുണ്ടെങ്കിൽ ഞാനും പച്ചക്ക് പറയും. യാതൊരു ആ പണ്ടത്തെ ഫിറോസൊന്നുമല്ല ഇപ്പം ഞാൻ എൻ്റേതായുള്ള രീതിക്ക് ഞാൻ പറയും. പിന്നെ ഫിറോസ് അലി ആണെങ്കിലും കരീമാണെങ്കിലും ആരാണെങ്കിലും അവരൊക്കെ നിങ്ങളെയൊക്കെ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളുകളാണ്. അപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കും. അത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അവരെ പറഞ്ഞോ, അവർ നിങ്ങളെ തിരിച്ചും പറയും. അതൊക്കെ സ്വാഭാവികമാണ് അതിനകത്ത്. എന്ന് വെച്ചിട്ട് ഞാൻ മാത്രമാണ് ശരി, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, എന്നെ എതിർക്കുന്നവരൊക്കെ കള്ളന്മാരാണ്, കള്ളന് കഞ്ഞി വെച്ചവരാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പരിപ്പ് വാങ്ങിച്ച് കയ്യിൽ വെച്ചാൽ മതി. അതിവിടെ വേകൂല, എൻ്റെ അടുത്തും വേകൂല, ഞാനും പറയും. ഒരാളെ എന്നെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നൊക്കെ വന്നിട്ട് കഴിഞ്ഞ ലൈവിൽ വന്ന് പറയണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ ലൈവിൽ വന്നിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്, നീ എന്താ ഉണ്ടാക്കാൻ പോണേന്നുള്ളത്. മനസ്സിലായിട്ടുണ്ടോ?
ഒരാളിങ്ങനെ താഴുമ്പോൾ തലയിൽ കയറിയിട്ട് ചവിട്ടി താഴ്ത്താന്നുള്ളൊരു വിചാരമാണെങ്കിൽ അത് നടക്കൂല. എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് CAG ഗ്രൂപ്പിലും അതുപോലെ തന്നെ എന്നെ പണ്ട് വിമർശിച്ചിരുന്ന ആളുകളൊക്കെ തന്നെയാണ്. കാരണം നിങ്ങൾ വീണ്ടും സജീവമായിട്ട് CAG ഗ്രൂപ്പ് പൂട്ടിച്ചതാണ്. അതായത് വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ ആ വിമർശനം ജനങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പാടില്ലല്ലോ, അതിന് റിപ്പോർട്ട് അടിച്ച് പൂട്ടിച്ചതാണ് CAG ഗ്രൂപ്പ്. എന്നെ വിമർശിച്ചിട്ടുണ്ട്, ഞാൻ അവർക്കെതിരെ ഒന്നും പറഞ്ഞിട്ട് പോലുമില്ല, ഞാൻ പൂട്ടിക്കാനല്ല. കാരണം എന്താണെന്നറിയോ, വിമർശനം വേണം. നമുക്ക് ചുറ്റും നമ്മളെ നോക്കുന്ന 100 കണ്ണുകൾ വേണം. എന്തിനാണെന്നറിയോ, ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ പണം കാണുമ്പോൾ ചിലർക്കൊക്കെ കണ്ണ് മഞ്ഞളിക്കും. ആ മഞ്ഞളിക്കാതിരിക്കാൻ, ഇവരെ നിരീക്ഷിക്കാൻ ഇത്തരം CAG ഗ്രൂപ്പുകൾ പോലെ വിമർശിക്കുന്ന ആളുകൾ വേണം. അവര് നമുക്ക് ചുറ്റും നിൽക്കണം. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ചാരിറ്റി വളരെ കൃത്യമായിട്ട് ചെയ്യും. അല്ലേ? തെറ്റ് കണ്ടുപിടിക്കും, പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയും, കള്ളനാക്കും തോന്നുമ്പോൾ എന്ത് ചെയ്യും, ഇതൊന്ന് കൃത്യമായിട്ട് മുന്നോട്ട്. എനിക്ക് പറയാനുള്ള CAG ഗ്രൂപ്പിനോടൊക്കെ നിങ്ങൾ ആക്റ്റീവായിട്ട് മുന്നോട്ട് വരണം. ഇനി നിങ്ങളെ ആരെങ്കിലും റിപ്പോർട്ട് പിടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ ലൈവായിട്ട് തുറന്നു കാണിക്കുക. കാരണം എന്താണെന്നറിയോ, നിങ്ങളുടെ ഈ വിമർശിക്കുന്ന നാവ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നിർബന്ധമാണ്. അതെല്ലാ മേഖലയ്ക്കും. ഇപ്പോൾ ഗവൺമെന്റ് ആണെങ്കിൽ ഭരണപക്ഷത്തിന് പ്രതിപക്ഷം ഇല്ലേ എന്നതുപോലെയാണിത്. നിങ്ങൾ വരണം. പക്ഷെ എനിക്കൊരു അഭ്യർത്ഥനയുള്ളൂ, ഇല്ലാത്ത കഥകൾ പറയുക, വ്യക്തിഹത്യ നടത്തുക, ഈ പരിപാടി നിങ്ങൾ ചെയ്യരുത്. കാരണം ഞങ്ങളൊക്കെ കുടുംബത്തോടെ ജീവിക്കുന്ന ആളുകളാണ്, ഞങ്ങൾക്ക് മക്കളുണ്ട്. നിങ്ങൾ ഉള്ളത് പറഞ്ഞോ, ഇല്ലാത്തത് മാത്രം ദയവ് ചെയ്തിട്ട് നിങ്ങൾ പറയരുത്. നിങ്ങളൊക്കെ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഫിറോസിന്റെ വീട് ആഡംബര വീടാണ്, കൊട്ടാരാണ്, 1850 സ്ക്വയർ ഫീറ്റ്, എന്ത് ആഡംബരം, എന്ത് കൊട്ടാര, നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി. അങ്ങനെ ഇങ്ങനെ ഇല്ലാത്ത കഥകളൊന്നും വന്ന് പറയും. ഞാൻ പറഞ്ഞു, ടൈപ്പായിട്ട് വന്ന് നടന്നോ, ഞാനവിടെ ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് നോക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, എൻ്റെ എല്ലാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം EDയും വിജിലൻസും അതുപോലെ ഇൻകം ടാക്സ് എല്ലാ രേഖകളും അവരവരുടെ കൈകളിൽ ഈ ഓഫീസുകളിലൊക്കെ ഉണ്ട്. എല്ലാവരും നോക്കിയതാ, എല്ലാം അവിടെ കിടക്കുന്നുണ്ട്. ഇനി നോക്കിയിട്ട് ഓരെന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, അത് വേറെ. ഞാൻ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ഇത്രയും കൃത്യമായിട്ട് പോകുന്നൊരു വ്യക്തിയാണ്. ആ എന്നെയാണ് നിങ്ങൾ വ്യക്തിഹത്യ നടത്തിയതും എനിക്കെതിരെ, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാശി ഉണ്ടാവും. വാശി നടത്താൻ വേണ്ടി വന്ന ആളുകളാ. ചില ചാരിറ്റിക്കാരുണ്ട്, മൂപ്പര് മൊത്തമായിട്ട് വലിച്ചുണ്ടാക്കാന്ന് തൊട്ട് വന്ന ആളുകളുണ്ട്. അവസാനം നടക്കൂലെന്ന് കണ്ടപ്പോൾ നിരന്തരം എനിക്കെതിരെ തെറി വിളിക്കാൻ വന്ന ചാരിറ്റിക്കാരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളാണ്, ലക്ഷ്യം നടക്കാതാകുമ്പോൾ വരുന്നതാണ്. അപ്പോൾ വിമർശിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, വ്യക്തിഹത്യ നടത്തലല്ല, സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ വെച്ചോ. നിങ്ങൾ വിമർശിച്ചോ, നിങ്ങളുടെ ചാരിറ്റിയിൽ ഇന്ന മാറ്റങ്ങൾ വരുത്തണം, ഇന്നത് ചെയ്യണം, നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഇടുമ്പോൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഫണ്ട് വന്നാൽ ഇപ്പോൾ വിളിച്ചു പറയണം, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് ചെയ്തത് ശരിയല്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ വൈകിട്ട്, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ വ്യക്തിഹത്യ നടത്തരുത്, അത് തെറ്റായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ വേറെ കുറച്ച് ചാരിറ്റിക്കാരുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, അത് മനസ്സിലാവും. അതായത് ചില ആശുപത്രികളിലൊക്കെ സൗജന്യമായിട്ട് കിഡ്നി മാറ്റി വെച്ച് കൊടുക്കേണ്ടത്, ലിവർ മാറ്റി കൊടുക്കുന്നതെന്നും പറഞ്ഞിട്ട് ജനങ്ങൾക്ക് കിട്ടുന്നത് ഇല്ലാതാക്കുന്ന ആളുകൾ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരെണ്ണം കണ്ടു, മിംസിൽ സൗജന്യമായിട്ട് കിഡ്നി മാറ്റി വെച്ച് കൊടുക്കുന്നു എന്നും പറഞ്ഞിട്ട് ഒരു ചാരിറ്റിക്കാരൻ വന്നിട്ട് പറഞ്ഞിട്ട് പോണ്ടായിരുന്നു. മിംസിൽ സൗജന്യമായിട്ട് കിഡ്നി മാറ്റി വെച്ച് കൊടുക്കുന്നത്, അതായത് ഞങ്ങളെപ്പോലെയുള്ള ചാരിറ്റിക്കാരും അതുപോലെ തന്നെ ട്രസ്റ്റുകളെയും ഏകോപിപ്പിച്ചിട്ട് ഞങ്ങൾ കൊടുക്കുന്ന ഫണ്ട് കൊണ്ടാണ് അവർ മാറ്റി കൊടുക്കണേ. നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലാതെ അവരുടെ ഫണ്ട് കൊണ്ട് അവർ സൗജന്യമായിട്ട് ചെയ്യുന്നതല്ല. അപ്പം ഞങ്ങൾ ഫണ്ട് കൊടുത്തില്ലെങ്കിൽ മാറ്റാൻ കഴിയില്ല. ഇത് ജനങ്ങളുടെ മുന്നിൽ വിവരിക്കാതെ സൗജന്യമായിട്ട് കിഡ്നി മാറ്റി വെച്ച് കൊടുക്കുന്നു എന്നും പറഞ്ഞിട്ടൊരു വലിയൊരു പബ്ലിസിറ്റി അങ്ങോട്ട് അടിക്കുക, എന്നിട്ട് അങ്ങോട്ട് ആളാവും. അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഒരു കിഡ്നി രോഗിയുടെ വീഡിയോ ഇട്ട് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ്, മിംസിൽ സൗജന്യമായിട്ട് കിട്ടണ്ടല്ലോ, അവിടെ പോയിട്ട് നിങ്ങൾക്ക് മാറ്റി വെച്ചുകൂടെ ചോദിക്കും. പക്ഷേ അവിടെ അത് കിട്ടാത്തതുകൊണ്ടല്ലേ നിങ്ങളുടെ മുന്നിൽ വന്നത്. അപ്പം നിങ്ങളത് മനസ്സിലാക്കണം. പക്ഷെ ഇത്തരം ആളുകൾ ഇവർക്ക് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഇവർ ചെയ്യുന്നതിന് അനുഭവിക്കുന്നത് ആരാ? ഈ പാവപ്പെട്ട രോഗികൾ. ഒന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിലോ ഒരു കുഴപ്പമില്ല. 100 രോഗികൾക്കാണ്, അത് നാട്ടിലുള്ള ചാരിറ്റിയും സംഘടനകളെയും ഏകോപിപ്പിച്ച് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലോ ജനങ്ങൾക്കത് മനസ്സിലാവും. പക്ഷെ അങ്ങനെ പറയാൻ ഇവർ തയ്യാറല്ല. മിംസിന്റെ കുറേ ഗുണങ്ങളുണ്ട്, അത് നിങ്ങൾ പറഞ്ഞോ. ചുരുങ്ങിയ ചെലവിൽ കിഡ്നി മാറ്റി കൊടുക്കുന്നുണ്ട്, ലിവർ മാറ്റി കൊടുക്കുന്നുണ്ട്, നല്ല റിസൾട്ടാണ്, നല്ല ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷേ എങ്കിൽ എവിടെയും തൊടാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കിട്ടുന്നതിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്, അതും ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം തോന്നും. ആരോട് പറയാനാണ് ഇതൊക്കെ? കാരണം നിങ്ങളോടൊക്കെ ഞാൻ വന്ന് പറയും, 2 ദിവസം കഴിഞ്ഞ് നിങ്ങളത് മറക്കും. നാളെയും ഇതേപോലെ തലയും പാലും ഇല്ലാത്ത ആരെങ്കിലും വന്നിട്ട് എത്തിയുമാണ് ഇഫത് പഠിക്കേണ്ടത്, അത് പഠിക്കേണ്ടത് തൊട്ട് കരഞ്ഞ് ഞങ്ങൾ വീണ്ടും കൊടുക്കും.
വീണ്ടും നിങ്ങൾ കൊടുക്കും. ഇതാര് ചെയ്തു ഇവർ ചെയ്തു എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ വീണ്ടും കൊടുക്കും, ഓരോ കോടികൾ ഉണ്ടാക്കും, വീണ്ടും വിവാദങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇനിയെങ്കിലും കൊടുക്കുന്ന ആളുകളും ഇത് ചെയ്യുന്ന ആളുകളും വാങ്ങുന്ന ആളുകളും വളരെ കൃത്യനിഷ്ഠതയോടുകൂടി പോയാൽ ഒരു കുഴപ്പമില്ല. ഈ മേഖലയിലെ മത്സരം ഒഴിവാക്കിയാൽ മതിയെന്നേ. കൂടുതൽ കോടി വരുത്തുന്ന ആള് വല്ലാത്തൊരു സങ്കടമാണ്. ഞാനിങ്ങനെ നോക്കും, എനിക്കെതിരെ തെറി വിളിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ ആളുകളൊക്കെ ഒന്നില്ലെങ്കിൽ ഉടായ്പകൾ, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സഹായം ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ മറ്റേതെങ്കിലും ചാരിറ്റിക്കാരൻ ഇവരെ സഹായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒന്നില്ലെങ്കിൽ അവൻ്റെ ആളായിട്ട്, അതല്ലെങ്കിൽ കിട്ടിയില്ല ഇല്ല എന്നുള്ള ദേഷ്യത്തിൽ വന്നിട്ട് എനിക്കെതിരെ തെറി വിളിക്കുന്നതും ഞാൻ കാണാറുണ്ട്. അതായത് നമ്മളിങ്ങനെ ഈ പട്ടിയൊക്കെ ബിസ്ക്കറ്റും ഇറച്ചിയൊക്കെ കൊടുത്തിട്ട് വളർത്തൂലേ, അതായത് നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ തുറന്നു വിട്ടാൽ കടിച്ചിട്ട് ഓടാന്ന് പറയുന്ന പോലെ അങ്ങനെ ബാലൻസ് വരുത്തിയിട്ട് കൊടുത്തിട്ട് കുറേ ആളുകളെ കൊണ്ട് കുരപ്പിക്കാൻ നമുക്കെതിരെയും അല്ലെങ്കിൽ മറ്റും എന്ത് പരിപാടിയാണതൊക്കെ. നമ്മളൊന്നും ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഒരാളോടും ഒരാൾക്കെതിരെ മോശമായൊരു കമൻ്റ് ഇടണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. കാരണം അതൊന്നും ഒരു നല്ല രീതിയല്ല. നമ്മൾ ചെയ്യുന്നത് ചാരിറ്റിയാണ്, നന്മയാണ്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തൽ മാത്രമല്ല, അത് നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ മനസ്സിലും അത് ഉണ്ടാവണം എന്നുള്ളതാണ്. പേഴ്സണലി ഓരോരുത്തർക്ക് ഓരോരുത്തർ കുറവുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവനവൻ്റെ ഇതായിട്ടുള്ള എന്താ പറയുക പേഴ്സണൽ വിഷയങ്ങളാണ്. പക്ഷെ പബ്ലിക്കിൻ്റെ മുന്നിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് എന്താണോ അതുപോലെ തന്നെ ആയിരിക്കണം മറ്റുള്ളവരോടുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതൊക്കെ വേറെ കോലത്തിലാണ്. ഇവിടെ ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പോലെയാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊന്നും നിങ്ങളുടെ വീട്ടിൽ നിന്നൊന്നുമല്ല, ആരുടെ വീട്ടിൽ നിന്നല്ല. എനിക്കും അറിയാം നിങ്ങളുടെ വീട്ടിൽ, നിൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന്, ആരുടെ വീട്ടിൽ നിന്നല്ല. കൊടുക്കുന്നത് പ്രവാസികളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളാണ്. പക്ഷേ ആ കൊടുക്കുന്ന ആളുകൾ കൊടുക്കൽ നിർത്തിക്കഴിഞ്ഞാൽ എല്ലാവരും വെടിയും തീർന്നു. മനസ്സിലായിട്ടുണ്ടോ? പിന്നെ ഒക്കെ പഠിച്ച പണിക്ക് ഇങ്ങനെ വെക്കോളും, ആ വെടിയൊക്കെ തീർന്നു. അപ്പം അതുകൊണ്ട് ആ കൊടുക്കുന്ന ആളുകൾ വീണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക, സത്യസന്ധമായിട്ട് ചെയ്യുക, ആവശ്യത്തിന് ഫണ്ടായാലും ക്ലോസ് ചെയ്യുക, എന്നിട്ട് അടുത്ത രോഗിയുടെ ചെയ്യുക. ഒരു വീഡിയോ ചെയ്തിട്ട് 100, 400, 500 ആളെയൊന്നും സഹായിക്കണമെന്നില്ല. അങ്ങനെ സഹായിക്കണമെന്നൊന്നുമില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതേ. അതുകൊണ്ട് ആവണില്ലല്ലോ. ഇത് യേശുക്രിസ്തു അപ്പം വീതം വെച്ച പോലെയാണ് ഈ ചെയ്യണതേ. അതായത് ഒരു 10 ലക്ഷം ഉണ്ടെങ്കിൽ ആ 10 ലക്ഷം 100 രോഗികൾക്കാണ് കൊടുക്കണേ. അപ്പോൾ എത്ര വെച്ചിട്ടാ 10 ലക്ഷം 100 രോഗികൾക്ക് കൊടുക്കുക? ഈ പൈസ കൊണ്ട് ഒരു എന്ത് ചെയ്യാനാ? ഇങ്ങോട്ടേക്ക് വന്ന ചിലവും തിരിച്ച് വീട്ടിലേക്ക് പോയ ചിലവും ഒരു മാസത്തേക്ക് അരി സാധനം വാങ്ങിച്ചാൽ കഴിഞ്ഞു. ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ? അതിന് പകരം അത് 1, 2 ആളുകൾക്ക് കൊടുക്കുക, എന്നിട്ട് അതങ്ങോട്ട് പിടുത്തം പിടിക്കുക, എന്നിട്ട് ആവശ്യമുള്ള ആൾക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അങ്ങനെ ചെയ്യാം. കേരളത്തിലെ മൊത്തം രോഗികളെയും സംരക്ഷിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതിനിവിടെ ഗവൺമെൻറ് ഉണ്ട്. ഗവൺമെൻറെ കൊണ്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ചെയ്യട്ടെ, നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യുക. അതല്ലാതെ ഈ കോടികൾ വരുത്തിയിട്ട് ഈ കാണിക്കുന്ന പ്രഹസനങ്ങൾ അവസാനിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഫണ്ടായാൽ അത് ആയി എന്ന് ജനങ്ങളോട് പറഞ്ഞിട്ട് സത്യസന്ധമായി ക്ലോസ് ചെയ്ത് അടുത്ത വീഡിയോ ചെയ്ത് മുന്നോട്ട് പോയാൽ ഇവിടെ ഒരു പ്രശ്നമില്ല. നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ശ്രമം നടത്തുക. എന്നോട് ദേഷ്യം ഉണ്ടാവുക, ഞാൻ പറഞ്ഞതിലൊക്കെ പല ആളുകൾക്ക് ഇവൻ ആരാ, അല്ലെങ്കിൽ ഇവൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ ഇപ്പോൾ ആളുകൾ ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ തിളക്കുന്നുണ്ടാവും. അത് വേറൊന്നും കൊണ്ടുമല്ല. എന്താ പറയുക, ചില ആളുകൾ ചില പാർട്ടിക്കാരെ കണ്ടിട്ടുണ്ടല്ലോ, സ്വന്തം അച്ഛനാണെങ്കിലും ശരി പാർട്ടിക്കെതിരെ പറഞ്ഞാൽ ചവിട്ടി മൂലയ്ക്കാക്കൂലേ എന്ന പോലത്തെ ആളുകളാണ്. പറയുന്നതിൽ സത്യമുണ്ടോ ശരിയുണ്ടോ എന്നുള്ളതൊന്നുമല്ല, എൻ്റെ ആളെയാണ് പറഞ്ഞേക്കണേ. അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഒരു ഒടുക്കത്തെ പബ്ലിസിറ്റി ചാരിറ്റി. നമ്മൾ പണ്ടൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ട്, ഒരു നേന്ത്രപ്പഴം 10 ആൾ കൈ കൊണ്ട് പിടിച്ചിട്ട് ഒരാൾക്ക് കൊടുക്കുന്ന അതുപോലത്തെ ചാരിറ്റി. എന്തപ്പത്? ഇതിനൊന്നും ആവശ്യമില്ല. എന്നിട്ട് ഇങ്ങനെ തമ്മിലടിപ്പിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുക. അല്ല, അതൊക്കെ പേഴ്സണൽ, അത് അങ്ങനെ വെക്കോട്ടെ, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ദയവ് ചെയ്തിട്ട് ആവശ്യത്തിന് ഫണ്ടായാൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക, അടുത്ത വീഡിയോ ചെയ്യുക. ഒരു പ്രശ്നമില്ല. ഇതുപോലെ എത്രയോ ചാരിറ്റിക്കാർ ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഷെയ്ൻ കെ മൊയ്തീൻ ചെയ്യുന്നുണ്ട്, PMA സലാം ചെയ്യുന്നുണ്ട്, നമ്മുടെ അമർഷാനാണെങ്കിലും അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ആരാ അങ്ങനെ, നമ്മുടെ തായർ ബാബു ആണെങ്കിൽ തായർ ബാബു ചെയ്യുന്നുണ്ട്, സാജൻ കേച്ചേരി അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ആവശ്യത്തിന് ഫണ്ടായാലും അത് ക്ലോസ് ചെയ്ത് അവസാനിപ്പിച്ച് പോകുന്നില്ലേ?
ഇവരാരെങ്കിലും ഒന്നാമനും രണ്ടാമനാവും മത്സരിക്കുന്നുണ്ടോ? തല്ലും വെട്ടും കുത്തു വല്ലതുണ്ടോ? ഇങ്ങനെ ചെയ്താൽ പോരെ? ദൈവത്തിൻ്റെ പടച്ചോനെ നന്മയാണെങ്കിൽ ഇത് ചെയ്താൽ പോരെ? ആർക്കവിടെ പ്രശ്നങ്ങളെ? ഒന്ന് ശ്രമിച്ചാൽ നടക്കും. ഇനി അതല്ല, നിങ്ങൾ 1000 ആളുകൾ ഒന്നിച്ചു ചേർന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്നതിനെയും ഫോളോ ചെയ്യാനും അതിനെ പിൻപറ്റാനും വേറൊരു സമൂഹം അല്ലെങ്കിൽ വേറെ കുറച്ച് ആളുകൾ വരും. അവർ ഇതുപോലെ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ നാളെ പല രോഗികൾക്ക് കിട്ടുന്നതില്ലാതാവും. ഈ മേഖല കള്ളന്മാരുടെ കൂട്ടാണ് എന്നുള്ള രീതിയിലേക്ക് ചർച്ച ചെയ്യപ്പെടും. നാളെ എന്നെയും നിന്നെയും ഒരു പക്ഷേ കല്ലെറിയുന്ന രീതിയിലേക്ക് ഇത് പോകും. എത്ര സുതാര്യത വിളിച്ചു പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. മനസ്സിലായിട്ടോ? എത്ര സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്താലും കേൾക്കേണ്ടി വരുന്നത് പഴി തന്നെയാണ്. ഞാനത് കേട്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. കേൾക്കാൻ കഴിയുമെങ്കിൽ കേൾക്കുക, അതല്ലാതെ കുറ്റപ്പെടുത്തലോ അതല്ലെങ്കിൽ ഇതിലൊന്നും കാര്യമില്ല. അപ്പം എന്താണെങ്കിലും എനിക്ക് ഈ പൊതുസമൂഹത്തോട് പറയാനുള്ളത്, ആരെങ്കിലും ഒരാൾ ചെയ്യുന്ന തെറ്റിന് പൊതുവെ മൊത്തം ചാരിറ്റിക്കാരെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ കരിവാരി തേക്കരുത്, കുറ്റപ്പെടുത്തരുത്. പിന്നെ ഒന്ന് ഞാൻ പറയാം, ഞാനിപ്പോൾ കുറച്ചൊക്കെ മാറിയിരിക്കുന്നത് പോലെയാണ് ഇതിൽ നിന്ന്. കാരണം വേറൊന്നുമല്ല, ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല. എനിക്ക് പഴയതുപോലെ അല്ലെങ്കിൽ ആ പഴയ ഒരു ലെവലിലേക്ക് ഫിറോസ് കുന്നംപറമ്പിൽ എത്തണമെന്ന് വിചാരിച്ചാൽ ഒരു മാസം തികച്ചു വേണ്ട. ആക്റ്റീവായിട്ട് പണ്ടത്തെ പോലെ ഒരു ഇറക്കം അങ്ങോട്ട് ഇറങ്ങിയാൽ പഴയ ഫിറോസ് കുന്നംപറമ്പിലായിട്ട് ഞാൻ മാറും. തിരക്കുള്ള ആ ഒരു ലൈഫിലേക്ക് ഞാൻ മാറും. ഞാനായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, എനിക്കിപ്പോൾ നല്ല രസമാണ്, നല്ല ഫ്രീഡം. എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം. അതിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയ രീതിക്ക് ഞാനായിട്ട് മാറിയിരിക്കണതാണ്. മനസ്സിലായിട്ടുണ്ടോ? അതിനകത്ത് വേറൊരു കാര്യം കൂടി, ഇത് കണ്ടിട്ട് സൈക്കിളിൽ എന്തൊക്കെ ഒരു കാണിച്ചു വിടണേ. അപ്പം ഞാനും വിചാരിച്ചു ഓരോങ്ങനെ ചെയ്തു പോട്ടെ. കാരണം ഇതുകൊണ്ടൊരു ഗുണം എന്താണെന്നറിയോ? ഫിറോസ് കുന്നംപറമ്പിൽ എന്തായിരുന്നു, ഞാൻ ഈ സമൂഹത്തിന് ചെയ്തതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട്, ഞാൻ എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കിട്ടുന്നൊരു അവസരമാണിത്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ നോക്കിക്കാണുന്നത്, അല്ലേ? MLA MP പോലീസുകാരെ നിർത്തിയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ 2017 ചെയ്തിട്ടുള്ള ആളാണ്. അത് നമ്മൾ കളംപെട്ട സാധനമാണ് ഇതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞത്, ഫിറോസ് എന്തായിരുന്നു എന്നും ഞാൻ എന്താണ് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്തതെന്നും ഈ സോഷ്യൽ മീഡിയ ചാരിറ്റി എങ്ങനെ പോകണം എന്ന് ഞാൻ ആ 16-17 കാലഘട്ടം മുതലേ കാണിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ മറ്റൊരാൾ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ, അല്ലേ? ഞാൻ തന്നെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിരന്തരം എൻ്റെ കുറ്റങ്ങൾ മാത്രമേ പറയാം. അപ്പം നമ്മളൊന്ന് മാറി നിൽക്കുമ്പോൾ ഈ ജനങ്ങളുടെ ശ്രദ്ധ മറ്റുള്ളവരിലേക്ക് എത്തും. അപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുക ഞാൻ എത്രമാത്രം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നൊരു അവസരമാണ്. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക. ഞാനിവിടെ തന്നെ ഉണ്ട്, ഞാൻ എവിടെയും പോകില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനങ്ങനെ എന്തെങ്കിലും ആഗ്രഹിച്ചു വന്ന ഒരാളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കാൻ വന്ന ഒരാളോ അല്ലെങ്കിൽ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ മൊത്തം മറ്റുള്ളവർ അങ്ങനത്തെ ഒരാളൊന്നുമല്ല ഞാൻ. എനിക്കൊന്നും വേണ്ട. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ടല്ലോ, ഒരു ചാരിറ്റിയിൽ നിന്ന് കിട്ടിയതല്ല ഞാൻ ജീവിക്കണത്. ഞാൻ ജീവിക്കുന്നത് എൻ്റേതായിട്ടുള്ള മാർഗങ്ങളിലൂടെ എൻ്റെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടാണ്. പിന്നെ എനിക്ക് കൂടുതൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്നെ സഹായിക്കാൻ എൻ്റെ സുഹൃത്തുക്കളുണ്ടെന്നേ, അവരെന്നെ സഹായിക്കുന്നുണ്ട്. അതല്ലാതെ ചാരിറ്റിയിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഞാൻ പൈസ എടുത്തിട്ടോ അല്ലെങ്കിൽ അവരിൽ നിന്നോ വാങ്ങിയിട്ടോ ഞാൻ ജീവിക്കുന്നേ ഇല്ല. അത് ഇന്നല്ല എന്നും ഞാൻ അങ്ങനെ തന്നെ പറയാം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരാളുടെ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഞാൻ വാങ്ങിക്കൂല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇനി അങ്ങനെ തരികയാണെങ്കിൽ തന്നെ ഒരു 5000-10,000 ഡീസൽ തന്നിട്ടില്ല, തന്നാൽ തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ നിൽക്കില്ല. കാരണം അവരുടെ കയ്യിൽ ചെലവിന് പോലും പൈസ ഇല്ലാതെയാണ് എന്നെയും നിങ്ങളെയും വീഡിയോ ചെയ്യാൻ വിളിക്കുന്നത്. പിന്നെ അവിടെ പോയിട്ട് ഞാൻ എന്ത് വാങ്ങിക്കാനാ? അപ്പം അങ്ങനത്തെ പണിയെടുക്കില്ല. എനിക്ക് വേണ്ടത് എൻ്റേതായിട്ടുള്ള രൂപത്തിൽ വരും. പിന്നെ അവന് 2 ടയർ മാറ്റണം. സലാം പാപ്പിനിശ്ശേരി ഉണ്ട് ഇവിടെ. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, വണ്ടി നാളെ രാവിലെ വന്നാൽ ടയർ മാറ്റി ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ടയർ അദ്ദേഹം മാറ്റിത്തരും വണ്ടിൻ്റെ. അപ്പോൾ നമുക്ക് ചുറ്റും നിൽക്കുന്ന കുറേ നന്മയുള്ള ആളുകളുണ്ട്. അവരുടെ സഹായം കൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നുണ്ട്. എനിക്കത് മതി. എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. മറ്റുള്ളവർ ചിലവർ ജീവിക്കുന്നതുകൊണ്ട് എനിക്കതിൽ അഭിമാനമൊന്നുമില്ല. ഓര് തരുന്നു, സ്നേഹത്തോടെ തരുന്നു, ഞാനതിൽ ജീവിക്കുന്നു, എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. മനസ്സിലായിട്ടുണ്ടോ? അതല്ലാതെ മറ്റൊരു രോഗിയുടെ അവൻ ഡീസൽ അടിക്കാൻ തരുന്നുണ്ട് അല്ലെങ്കിൽ അവൻ ഞങ്ങൾക്ക് പണിയെടുത്തതിനുള്ള പൈസ തന്നു എന്നിട്ട് ആ രോഗിയുടെ പണം വാങ്ങിയിട്ട് തിന്നുന്നതിൽ അത് അഭിമാനമല്ല, അപമാനമാണ്. കാരണം സ്വന്തമായിട്ട് വീട് പോലും ഇല്ലാത്ത പാവപ്പെട്ടവൻ കൊടുക്കുന്ന 50-100 നിന്ന് 1-2 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ബൂസ്റ്റ് തേങ്ങാക്കൊല എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ടിട്ട് അത് അണ്ണാക്ക് മുട്ടാണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് അപമാനം തന്നെയാണ്. ആ പണി ഞാൻ എന്നും എടുക്കൂല, ഇനി എടുക്കൂല. അതെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കണില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദയവ് ചെയ്ത് ഈ മേഖലയെ തകർക്കരുത്. പിന്നെ
ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, എൻ്റെ ഗ്രൂപ്പിലെ ആളുകൾ, ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ കരീം ആണെങ്കിലും ഫിറോസ് അലി ആണെങ്കിലും അഷ്റഫ് കോലോത്താണെങ്കിലും ഏതൊരു മനുഷ്യരാണെങ്കിലും നന്മയെ സ്നേഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുറച്ച് ചാരിറ്റിക്കാരുണ്ട്. ഇവരൊക്കെ ഒരു കാലത്ത് ഒന്നായിരുന്നു, എല്ലാവരും ഒന്നിച്ചു പോയതാണ്. പിന്നെ ഒരു സൗന്ദര്യപ്പണക്കുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ കൂട്ടുകാരാണെങ്കിൽ തന്നെ ഒരാൾ കുറച്ചിങ്ങനെ കയറി വരുന്ന കാണുമ്പോൾ നമുക്കൊരു ഈഗോ ഉണ്ടാവും അവൻ്റെ സ്ഥാനം. അപ്പോൾ അങ്ങനെയൊക്കെ തെറ്റിപ്പിരിയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പ് രണ്ടാവില്ല. എന്നതുപോലെ വിട്ടുപോയ കുറച്ച് ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മത്സരിക്കുന്നു, വാക്പോര് എന്നൊക്കെയുള്ളൂ. പക്ഷേ ഈ പറയുന്ന ആളുകളുണ്ടല്ലോ, ഇവർ ചാരിറ്റിയെ സ്നേഹിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും അതിന് വാരിക്കോരി കൊടുക്കുന്ന ആളുകളാണ്. അവരൊരിക്കലും ചാരിറ്റി ചെയ്യുന്ന ആളുകൾ നശിച്ചു പോകണം എന്ന് വിചാരിക്കില്ല, ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അംഗീകരിക്കാനും അത് തിരുത്താനും തയ്യാറാകാതെ അത്തരം ആളുകളെ കുറ്റപ്പെടുത്തുകയും അവരെ മാറ്റി നിർത്തണം എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ മാറ്റി നിർത്തൂല. ഞാൻ അവരുടെ കൂടെ തന്നെയാണ്, അവരുടെ കൂടെ തന്നെ ഞാൻ നിൽക്കും. അത് ഇന്നും പറയുന്നുണ്ട്. ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു, നീ ഇവരുടെ കൂടെ നിന്നാൽ നീ ഇല്ലാതാവുന്നു. എനിക്ക് ഒരു കുഴപ്പമില്ലാന്നേ. എനിക്ക് വീടുണ്ടാക്കി തന്ന വക്കാല കൂട്ടായ്മയാണ് ഈ ആശ്രമ പാറക്കോടനും ഈ ടീമൊക്കെയാണ്. അതിനേക്കാളും വലിയ നന്ദിയൊന്നും എനിക്ക് അവരോട് കാണിക്കേണ്ട, എന്താ പറയുക, അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ ഞാൻ കാണിക്കണ്ടേ അല്ലേ? ഞാൻ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് ഇതൊക്കെ എൻ്റെ സുഹൃത്തുക്കളുടെ സഹായം കൊണ്ട് തന്നെയാണ്. അപ്പം അവരെ വിട്ടിട്ടുള്ളൊരു കളി എനിക്കില്ല. അപ്പപ്പോൾ കാണുന്നവരെ അപ്പാന്ന് വിളിച്ച് പിന്നാലെ പോണ സ്വഭാവം എനിക്കില്ല. അതെന്നും അവരെൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ എന്നെ വിട്ടു പോകുന്നവർ പൊയ്ക്കോട്ടെ. ഇപ്പം എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റൂല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടോ ഞാൻ മോശമാണ് എന്നതുകൊണ്ടോ എന്നെ വിട്ടുപോയ ആളുകളല്ല, മറിച്ച് ഇവർ ഒന്നിച്ചിരുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഈഗോ ഉണ്ടായിട്ട് അങ്ങനെ വിട്ടുപോയ ആളുകളാണ്. പിന്നെ ഞാൻ പണ്ട് പറഞ്ഞില്ലേ, ഇവരുടെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ പോയില്ല, അതിന് പിറ്റേ ദിവസം മുതൽ എന്നെ തെളിവിളിച്ച് നടന്ന്. അങ്ങനെ പല ആഗ്രഹങ്ങളും കൊണ്ടുവന്ന ആളുകളെ ഉള്ള ശത്രുക്കളല്ലാതെ ഇവരാരും ചാരിറ്റി നശിക്കണമെന്നോ അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യുന്നവരില്ലാതാവണമെന്നോ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതിനെ നന്നായിട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. അപ്പോൾ അവർ പറയുമ്പോൾ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഞങ്ങളാണ് ശരി, ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളും പറയാം അവരും പറയാം, അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നോളി. അത്രേ ഇപ്പോൾ ഇതിലുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇപ്പോൾ കൂടുതലായിട്ടും സംസാരിക്കില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പണ്ടത്തെ പോലെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഒന്നും ഉണ്ടാവില്ല. ഇങ്ങോട്ട് കിട്ടിയാൽ നല്ലോണം ഞാൻ അങ്ങോട്ടും പറയും. കാരണം കുറേ നമ്മൾ താഴ്ന്ന് ഏകദേശം മറ്റേ മഹാബലിൻ്റെ കഥ പോലെ പാതാളം വരെയൊക്കെ എത്തി. ഇനി താഴതിൻ്റെ അപ്പുറത്തേക്കില്ല. താഴ്ന്നതല്ല, ക്ഷമിക്കുന്നതാണ്. എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, എനിക്ക് ചുറ്റുമുള്ള എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ടാണ് ഈ കേട്ടതും പിടിച്ചതൊക്കെ. കുടുംബത്തെയും വീട്ടുകാരെയും മക്കളെയും ഒരു മനുഷ്യനെ വ്യക്തിപരമായിട്ട് ഏതൊക്കെ രീതിയിൽ പറയാൻ പറ്റുമോ അതൊക്കെ ഞാൻ കേട്ടു. ഏറ്റവും മോശപ്പെട്ട വാക്ക് ഒരു മനുഷ്യനെ കള്ളൻ എന്ന് വിളിക്കുക, അതുപോലും ഞാൻ കേട്ടു. ഞാൻ ആരുടെ കേട്ടിട്ടാ? ഇതൊക്കെ ഞാൻ സഹിച്ചത് എന്തിനാണെന്നറിയോ? ഈ സമൂഹത്തിൻ്റെ മുന്നിൽ, എൻ്റെ കുടുംബത്തിൻ്റെ മുന്നിൽ, എൻ്റെ മക്കളുടെ മുന്നിലൊക്കെ ഞാൻ അങ്ങനെയല്ല എന്ന് കാണിക്കണം, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് കാണിക്കണം, ഞാൻ ഇന്നതാണ് എന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെ ഇത് സഹിച്ച് ഞാൻ നിന്നത്. ഇന്ന് എനിക്കെതിരെ വിമർശനങ്ങളില്ല, ഇന്ന് എനിക്ക് ശത്രുക്കളില്ല. കാരണം എന്താണെന്നറിയോ? പഴയ ആക്റ്റീവായിട്ടല്ല. ഇപ്പം നോർമൽ ലെവലിൽ പോകുമ്പോൾ ആർക്കും അസൂയയില്ല, കണ്ണുകടിയില്ല, അല്ലെങ്കിൽ വിമർശിക്കണമെന്നില്ല, തെറി വിളിക്കണമെന്നില്ല, ഒന്നുമില്ല. ഇനിയും എൻ്റെ മുന്നിൽ കിടക്കുന്നത് ഇതിൻ്റെ സത്യസന്ധത തെളിയിക്കാനുള്ള അവസരങ്ങളാണ്. ഇനി ഇവർ കൊടുത്ത പരാതികളോ ഒക്കെ അങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇതുകൊണ്ടിപ്പോൾ എനിക്കിങ്ങനെ വലിയൊരു സംഭവം ആവണമെന്നല്ല, ഞാൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് ആളുകളെ കൊണ്ടെങ്കിലും മനസ്സിലാക്കിപ്പിക്കാൻ കഴിയുമെങ്കിൽ, ബോധ്യപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ജീവിതത്തിൽ അത് തന്നെയാണ് വലിയ നന്മ. എത്രയോ ആളുകൾ ഇപ്പം എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, ഞാൻ നിങ്ങളെ പണ്ട് തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു, പൊരുത്തപ്പെട്ട് തരണം എന്നൊക്കെ പെട്ട്. ഞാൻ പറയും, പൊരുത്തപ്പെടേണ്ടത് ഞാനല്ല, അത് അള്ളാഹുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തെറി വിളിച്ചിട്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല, ഞാനത് കേട്ടിട്ടില്ല. ഇനി നിങ്ങൾ തെറി വിളിച്ച് നിങ്ങൾ എന്നെ ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിത് ചെയ്യുന്നത് സാലറിക്കോ അതല്ലെങ്കിൽ കമ്മീഷൻ വാങ്ങിച്ചിട്ടോ അല്ല, ഇത് ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നഷ്ടം എനിക്കല്ല, രോഗികൾക്കാണ്. അപ്പോൾ തെറി നിങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ നിങ്ങൾ കള്ളനാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നഷ്ടം എനിക്കല്ല, അത് പാവപ്പെട്ട രോഗികൾക്കാണ്. അപ്പോൾ നിങ്ങൾ പുറത്തു തരേണ്ട ആൾ ഞാനല്ല, നിങ്ങൾ അള്ളാഹിനോട് പറയാം, ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പടച്ചവനോട് പൊരുത്തപ്പെട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. എന്നോട് ചോദിച്ചിട്ട് കാര്യം ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോൾ വന്ന് പറയുന്നുണ്ട്, അത് ഞങ്ങൾ അങ്ങനെ ചെയ്തു അങ്ങനെ. ഞാൻ ആരോടും ദേഷ്യം പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് നിങ്ങൾ ഉംറയ്ക്ക് പോയതിനടക്കം ഞാൻ ചോദ്യം ചെയ്തിട്ട് നിങ്ങളെ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു, അത്രയ്ക്ക് മോശമായിട്ട് ഞാൻ നിങ്ങളാക്കിയിട്ട് പൊരുത്തപ്പെട്ട് തരാന്നിട്ട് ഒരേ കരച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞ് നിങ്ങൾ അതൊന്നും പറയേണ്ട ആവശ്യം, നിങ്ങൾ പടച്ചവനോട് പറയാം.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു കിഡ്നി രോഗിയാണ്, ഇപ്പോൾ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, നിങ്ങൾ വിഷമിക്കണ്ട അതുകൊണ്ട് ഒരു 50,000 രൂപ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. നിങ്ങൾ എന്നെ തെറി വിളിച്ച ആളാ, ഞാൻ അദ്ദേഹത്തിന് 50,000 രൂപ കൊടുത്തു. അദ്ദേഹം ഈ ജിപ്മറിലാണ് ചികിത്സയ്ക്ക് പോയിക്കൊണ്ടിരിക്കണേ, മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ അറിവില്ലായ്മ കൊണ്ടോ ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കലിനോടൊപ്പം നിന്നുകൊണ്ടോ പറയുന്നതല്ലാതെ എന്നെ അറിയുന്നവർ എനിക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. എന്നിൽ നിന്നും മാറിപ്പോയവരല്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ തെറ്റിപ്പോയ ആളുകളാണെങ്കിൽ അവരെന്നെ അംഗീകരിക്കുന്നവർ തന്നെയാണ്. കാരണം അന്നും ഇന്നും എന്നും ഒരാളുടെയും മുതൽ ഞാൻ ആഗ്രഹിച്ചിറങ്ങിയിട്ടില്ല, ഒരാളുടെ കക്കാനോ പിടിക്കാനോ പിടിച്ചു പറിക്കാനോ ഞാൻ നിന്നിട്ടില്ല. സത്യസന്ധമായിട്ട് ചെയ്യണമെന്നും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ മാതൃകയാക്കണം, ചാരിറ്റി കേട്ടോ, മാതൃകയാക്കണം എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഈ മേഖലയിൽ നിന്നിട്ടുള്ളൂ. അത് മരിക്കുന്നത് വരെയും ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും നിൽക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വാക്ക് ഫിറോസ് കുന്നംപറമ്പിൽ കട്ടുപിടിച്ചു അല്ലെങ്കിൽ കമ്മീഷൻ വാങ്ങി എന്നുള്ളത് നിങ്ങൾ കേൾക്കില്ല, കേൾക്കാനുള്ള ഇട ഉണ്ടാവില്ല. കാരണം എൻ്റെ ജീവിതമല്ല, എൻ്റെ മക്കൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഈ സമൂഹത്തിൽ കുറച്ച് അന്തസ്സോടുകൂടിയുള്ള അഭിമാനത്തോടെ ജീവിക്കണ്ടേ? അതിനു വേണ്ടി തന്നെയാണ്. എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹായവും സഹകരണമൊക്കെ ഇനിയും ഞാനടങ്ങുന്ന മറ്റുള്ള ചാരിറ്റിക്കാർ ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾ കൊടുക്കണം. ഈ ഒരു കല്യാണത്തിൻ്റെ പേരിൽ പല കമൻറ്റും ഞാൻ കണ്ടു, കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളത് മാറ്റണം. ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് അഡ്രസ്സ് പറയുന്ന ഞങ്ങളെപ്പോലെ ആരെങ്കിലും ഉള്ള വീഡിയോയ്ക്ക് നിങ്ങൾ കൊടുക്കുക. കൃത്യമായിട്ട് ഫണ്ടായാൽ ഫണ്ടായി എന്ന് വിളിച്ചു പറയുന്ന ചാരിറ്റിക്കാരും ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ കൊടുക്കുക, അല്ലാത്തവർക്ക് നിങ്ങൾ കൊടുക്കണ്ട. അപ്പം അതുകൊണ്ട് കൊടുക്കൂല എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് മാറിയിട്ട് ആ സഹായിക്കുന്ന മനസ്സ് നിങ്ങളിൽ ഉണ്ടാവണം. ഇതൊക്കെ ഒരു അള്ളാഹുവിൻ്റെ പരീക്ഷണമായിട്ട് കാണുക. കൊടുക്കുന്ന നിങ്ങളെ പരീക്ഷിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. കാരണം ഈ ദാനധർമ്മങ്ങൾ ആപത്തിനെ തടയും എന്നുള്ളതാണ്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്തതിൻ്റെ കൂലി എന്താണെങ്കിലും പടച്ചോനിൽ നിന്ന് കിട്ടും. കൊടുത്തത് തെറ്റായിപ്പോയി എന്ന് തോന്നിക്കഴിയുമ്പോൾ നിങ്ങൾ കൊടുത്ത അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ഇല്ലാതാവും. അപ്പോൾ നിങ്ങൾ നല്ല നെയ്യത്തോടെ കൊടുത്തതല്ലേ, അതിനുള്ള പ്രതിഫലം എന്താണെങ്കിലും അള്ളാഹുവിനെ നിങ്ങൾക്ക് കിട്ടും. ഇനിയും നിങ്ങളിത് ചെയ്യണം. അതുപോലെ ആരെങ്കിലുമൊക്കെ അഡ്രസ്സ് ഇല്ലാതെ വന്ന് കരഞ്ഞു കാണിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കാൻ നിൽക്കരുത്. അതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണെങ്കിലും സഹകരിക്കുന്ന എല്ലാവരോടും അതിൻ്റെ ഒരു സ്നേഹവും ഇതൊക്കെ അറിയിക്കുകയാണ്. പിന്നെ ഈ ചാരിറ്റിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പാട്ടൊക്കെ എങ്ങനെയായിട്ട് പോകുന്നുണ്ട്. ഞാനിപ്പോൾ കാണാത്ത വേറത് കൊണ്ടാണ് ഞാനിങ്ങനെ 1-2 പാട്ട് പാടലും അതൊക്കെയായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സിനിമയിൽ പാടാനുള്ളൊരു അവസരം കിട്ടി. ഞാൻ ആ സിനിമയിൽ പാടിയിട്ടുണ്ട്. 2 മാസം കൊണ്ട് റിലീസാകുമ്പോൾ നിങ്ങൾക്ക് അതും കേൾക്കാം. പിന്നെ നമ്മുടേതായിട്ടുള്ള 1-2 പാട്ടുകൾ അതും ഇതൊക്കെ ആക്കിയിട്ട്. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് കൂടി ഇങ്ങനെ പോവുകയാണ്. അതാകുമ്പോൾ നമുക്കൊരു മനസ്സിനും ഒരു സന്തോഷം കിട്ടുന്ന ഒരിതാണ്. മറ്റേത് എന്നും നെഗറ്റീവാണ്, രോഗികൾ, കരച്ചിൽ, സങ്കടം, പ്രശ്നങ്ങൾ. അപ്പം നമ്മളും ആകെ തലവേദനയും ഭ്രാന്തായിട്ട് നടക്കല്ലേ. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് കൂടി സന്തോഷിക്കാൻ കിട്ടുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് ഈ പാട്ടൊക്കെ. അപ്പോൾ അതുകൂടി ഇങ്ങനെ പോകും. അതുകൊണ്ടാണ് കൂടുതലായിട്ടൊന്നും പഴയതുപോലെ കാണാത്തത്. ഇങ്ങനെ രണ്ടിലും ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ വലിയ രീതിയിലുള്ള പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവണം എന്ന് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. എന്നുണ്ടാവും നിങ്ങളുടെ കൂടെയൊക്കെ. ഇങ്ങനെയൊക്കെ നിന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ചുറ്റും നേരത്തെ പറഞ്ഞതുപോലെ ഇരിക്കുന്ന കസേര ഏതാണെന്ന് വലിച്ച് താഴെയിട്ടിട്ട് വേണം എനിക്കൊന്ന് കയറിയിരിക്കാൻ എന്ന് പറഞ്ഞിട്ട് നിരന്തരം നമ്മളെ നേരത്തെ പറഞ്ഞ കടങ്കഥ പറയും പോലെ പേര് പറയാതെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകളാണ് നമുക്ക് ചുറ്റും. ഇത്തരം ആളുകളുടെ വലിയ കൂട്ടമായിട്ട് അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത്തരം ആളുകളുടെയൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഇതിലൊക്കെ ചിലപ്പോൾ നമ്മൾ നാളെ ഇല്ലാതായി പോയേക്കാം. അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളെ കാണൂല എന്നേ ഉള്ളൂ. അതെല്ലാം നമ്മളോട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ എന്നും ഉണ്ടാവും. ഇതേപോലെ തന്നെ ഈ സംസാരവും ഈ പ്രവർത്തനമായിട്ട് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്താണ് ഇത്രയും നേരം എൻ്റെ ശബ്ദം കേട്ട, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സത്യസന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നതോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കണം. എൻ്റെ വാക്ക് ആർക്കെങ്കിലും ദോഷമായിട്ടോ മോശമായിട്ടോ അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പൊരുത്തപ്പെട്ട് തരണം എന്നുകൂടി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. എന്താണെങ്കിലും ലൈവ് നിർത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.